ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇരുകരങ്ങളും വീശിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആവേ വീണ്ടും ആവേ ആവേ മരിയ ആവേ 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 മരിയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. നമ്മളൊരു വീണ്ടും ഒരു ദിവസം നൽകി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതിയൊരു പ്രഭാതം നൽകി നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യമേ നിങ്ങൾക്ക് ആശംസിക്കട്ടെ. പ്രിയമുള്ളവർ, ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പുതിയ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുക. ഇന്നേ ദിവസം കർത്താവ് എവിടെ നിന്ന് എനിക്ക് ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകവും കൃപയും അവിടെ നിന്ന് എനിക്ക് കൽപ്പിച്ച് അനുവദിക്കണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇരട്ടി, എലീഷ ചോദിച്ചതുപോലെ ഇരട്ടി അഭിഷേകത്തെ ചോദിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മുടെ പാപങ്ങൾ ദൈവസമക്ഷം നമ്മൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ആ ഒരു കൂദാശയുടെ അഭിഷേകം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞതിന് ശേഷം നമ്മൾ പ്രസാദ അവസ്ഥയിലേക്ക് പ്രവേശിച്ച് യേശുവിനോട് കൂടെ ആയിരിക്കാൻ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്നതെല്ലാം തമ്പുരാൻ നമ്മൾക്ക് കൽപ്പിച്ച് അനുവദിക്കുന്ന സമയമാണ് വിശുദ്ധ കുമ്പസാരത്തിന് ശേഷമുള്ള സമയം. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പാപങ്ങളും ബോധപൂർവം ചെയ്ത എല്ലാ പാപങ്ങളും ബോധപൂർവം തന്നെ സുബോധത്തോടെ തന്നെ ഒരു തരത്തിലും ഒരു മനഃശാഞ്ചല്യം കൂടാതെ ഏറ്റുപറയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല കുമ്പസാരം എന്ന് പറയുന്നത് പാപങ്ങൾ തുറന്ന മനസ്സോടെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതാണ്. തുറന്ന മനസ്സോടുകൂടെ മറച്ചുവെക്കാത്ത പാപം എല്ലാം യേശുവിൻ്റെ മുൻപിൽ തുറന്ന മനസ്സോടുകൂടെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുമ്പസാരം നടത്താനല്ല, വിശുദ്ധ കുമ്പസാരത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം വിശുദ്ധ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അത് കൂദാശയാണ്. ഒന്നാമത്തേത് അത് കൂദാശയാണ്. രണ്ടാമത്തേത് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് ഞാൻ ഓരോ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ക്രിസ്തു ഉണ്ട് എൻ്റെ മുന്നിൽ. ഓരോ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുമ്പോൾ അത് എന്നിൽ നിന്ന് ഏറ്റെടുത്ത് തന്നെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകി വിശുദ്ധി വരുത്തിയാണ് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നത്. അപ്പോൾ എൻ്റെ പാപങ്ങൾ പൂർണ്ണമായും കർത്താവായ യേശു ക്രിസ്തു എന്നിൽ നിന്ന് ഏറ്റെടുക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. എൻ്റെ പാപങ്ങൾ പൂർണ്ണമായും എൻ്റെ കർത്താവായ ദൈവം എന്നിൽ നിന്ന് ഏറ്റെടുക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരം. ഇത് ഏറ്റെടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഫ്രീ ആവുക. അവിടെ എന്നിൽ ബന്ധനങ്ങളില്ല, കെട്ടുകളില്ല. എന്നെ ഭരിക്കുന്ന, എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യിക്കുമ്പോൾ ആ ഒരു ഈവിൾ സ്പിരിറ്റ്, ആ ഏത് പാപമാണോ ഞാൻ ചെയ്യുന്നത്, ആ സ്പിരിറ്റ് എൻ്റെ മേൽ അതോറിറ്റി നേടുക. അവൻ എന്നെ ഭരിക്കാനുള്ള അധികാരം നേടിയെടുക്കുകയാണ് ആ പാപം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാപം ഞാൻ ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആ പാപത്തിൻ്റെ അടിമയാണ്. പാപം ഏത് പാപത്തിൻ്റെ കീഴിൽ വരുന്നുവോ ആ സ്പിരിറ്റിന് അടിമയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ വിശുദ്ധ കുമ്പസാരത്തിൽ ഓരോ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു അരൂപി എന്നെ വിട്ടു മാറുകയും ആ അരൂപി എൻ്റെ ജീവിതത്തിൽ കുറേ മേഖലകളിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ രൂപി എൻ്റെ ജീവിതത്തിൽ കുറേ മേഖല, എൻ്റെ സാമ്പത്തികം, ആരോഗ്യം, എൻ്റെ ദാമ്പത്യം, എൻ്റെ കുടുംബം, എൻ്റെ മറ്റു പല മേഖലകളിലെല്ലാം ഈ സ്പിരിറ്റ് പലതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് മനസ്സിലാവില്ല ഏത് രൂപിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ എല്ലാ പാപങ്ങളും വിശുദ്ധിയോടെ ഏറ്റുപറയുമ്പോൾ ആ അരൂപിയെയാണ് നമ്മളിൽ നിന്ന് നമ്മൾ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ആ ഒരു സ്പിരിറ്റിനെ നമ്മളിൽ നിന്ന് നമ്മൾ പുറത്താക്കുക. ഇത് പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ പാപം, ഇതുവരെ എന്നിലുണ്ടായിരുന്ന ഈ പാപം മൂലം ഏതെങ്കിലും തിന്മയാൽ, ഏതെങ്കിലും ബന്ധനങ്ങളാൽ എൻ്റെ ഭവനം, എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തി ജീവിതം കെട്ടപ്പെട്ടിരുന്നുവെങ്കിൽ കർത്താവേ, നിൻ്റെ നാമത്തിൽ ആ കെട്ടുകൾ ഈ സമയം അഴിയട്ടെ എന്ന് വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും.
വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ ഉടനെ ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങളിൽ ഏതെങ്കിലും അരൂപികൾ കർത്താവ് എൻ്റെ കുടുംബത്തെ, ഈ പാപം എന്നിൽ നിലനിൽക്കുന്നത് വഴി എന്നെയോ എൻ്റെ കുടുംബത്തെയോ ഭരിച്ചിരുന്നെങ്കിൽ യേശുനാമത്തിൽ അത് ഇപ്പോൾ ഈ സമയം ഞാൻ പാപം വെറുത്തുപേക്ഷിച്ച ഈ സമയം ആ രൂപി എന്നെയും എൻ്റെ കുടുംബത്തെയും വിട്ടുമാറട്ടെ എന്ന് നിങ്ങൾക്ക് ആ സമയം പ്രാർത്ഥിച്ചാൽ കർത്താവിന് വേഗത്തിൽ നിങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ നിയോഗത്തിൽ ഇടപെടുവാൻ സാധിക്കും. എല്ലാ നിയോഗങ്ങളും ദൈവം തരുന്നതല്ല, നമ്മുടെ പാപം മൂലം ചിലത് വന്നു ചേരുന്നതാണ്, അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നിയോഗങ്ങൾ സോൾവ് ചെയ്യപ്പെടണം. അപ്പോൾ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നിയോഗങ്ങൾ സോൾവ് ചെയ്യപ്പെടണം. രണ്ടാമത്തേത്, ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനൊരു മനസ്സ് നിങ്ങൾ കാണിക്കണേ. ആരുമായിട്ടും യാതൊരു തരത്തിലും വെറുപ്പോ വിദ്വേഷമോ ഉള്ളൊരു മനസ്സുമായിട്ട് വിശുദ്ധ കുമ്പസാരത്തിലേക്ക് പോവുകയും അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യരുത്. വിശുദ്ധ കുമ്പസാരത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടെയാണ്. ഇന്നലെ നമ്മൾ വായിച്ചു, ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടതാണ്. അപ്പോൾ ആ ഒരു പൂർണ്ണത നമ്മുടെ വിശുദ്ധ കുമ്പസാരത്തിലുണ്ടാവണം. ഏറ്റുപറയുന്ന പാപങ്ങൾ ഓർമ്മയിലുള്ളത് മാത്രമല്ല, മറന്നുപോയതും ഏറ്റുപറയാനായിട്ട് നമ്മൾ ഓർത്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്തേ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർവാദ രോഗിയെ കിടക്കയെടുക്കാൻ പഠിപ്പിച്ച കർത്താവ്, കിടക്കയെടുക്കാൻ ബലം കൊടുത്ത കർത്താവിനെ കുറിച്ചാണ് നമ്മളവിടെ കേൾക്കുന്നത്. തളർവാദ രോഗിക്ക് കിടക്കയും എടുത്ത് നടക്കുക, അവൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ അതനുസരിച്ചു. അനുസരിക്കാനുള്ള കാരണം, തളർവാദ രോഗി കർത്താവിൻ്റെ മുൻപിൽ ആ ഒരു തളർവാദം പിടിപെട്ട് കിടന്നിരുന്നതിൻ്റെ കാരണം അവിടെ സ്പഷ്ടമാണ്. ഈശോ പറഞ്ഞത് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള പാപങ്ങൾ തളർവാദ രോഗിയിൽ നിന്ന് ക്ഷമിക്കപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, കിടക്ക എടുക്കാനുള്ള കൃപ കർത്താവ് അവന് കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട്, കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് കർത്താവിനെ അനുഗമിച്ച ജനസമൂഹമുണ്ട്. കർത്താവിൻ്റെ അടുത്ത് വരുന്നത് കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണാനുള്ള ആഗ്രഹത്തിൽ വരുന്ന ജനസമൂഹമുണ്ട്. യേശുവിൻ്റെ അടുത്ത് വരുന്നവരിലെല്ലാം കർത്താവിനെ അറിയുവാനും ദൈവസ്വരം, ദൈവവചനം ശ്രവിക്കാനും മാത്രമായിട്ട് വരുന്നവരല്ല. അതൊരു ഭാഗം മാത്രമാണ്. മറിച്ച് യേശുവിനെ കാണാൻ വരുന്നതിൽ, കർത്താവിൻ്റെ അടുത്ത് വരുന്നതിലെല്ലാം യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും കർത്താവ് മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണുവാനും വേണ്ടി കർത്താവിനെ അനുഗമിച്ച ജനസമൂഹമാണ് ക്രിസ്തുവിനോടുകൂടെ കഫർനഹൂമിൽ അവൻ്റെ ആയിരുന്ന ഭവനത്തിലേക്ക്, അവൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടത് അല്ലെങ്കിൽ വന്നത്. പ്രിയമുള്ളവരെ, എന്തു തന്നെയാണെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. ഏത് രീതിയിലാണെങ്കിലും, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണെങ്കിലും, മറ്റുള്ളവരിൽ കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് അത് എന്താ പറയുക, വിശ്വാസ മേഖലയിൽ വർധനമുണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിലും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുക. ഈശോ ആഗ്രഹിക്കുന്നതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് എന്നിലും നിങ്ങളിലുമുള്ള കുറവുകൾ പരിഹരിക്കപ്പെടണം. ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഒത്തിരി കുറവുകളുണ്ട്. ഈ കുറവുകൾ പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മളിലുള്ള കുറവുകൾ എത്രത്തോളം നീണ്ടു പോകുന്നുവോ, നമ്മളിലുള്ള കുറവുകൾ നമ്മളിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥ എത്രത്തോളം പ്രിയപ്പെട്ട ദൈവജനമേ നീണ്ടു പോകുന്നുവോ അത്രത്തോളം ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള സാധ്യതയാണ് നമ്മളിൽ മങ്ങിത്തുടങ്ങുന്നത്. നമ്മളിലുള്ള കുറവുകൾ ഇങ്ങനെ നീണ്ടുപോവുക. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും വിശുദ്ധ കുമ്പസാരം നടത്തി പാപ പരിഹാരം ചെയ്തുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനുമുള്ള സാധ്യതകളെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ യേശുവിനോടുകൂടെ ആയിരിക്കേണ്ട
കൃപ അല്ലെങ്കിൽ യേശുവിനോടെ ആയിരിക്കാനായിട്ടുള്ള ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കി നമ്മുടെ ആയുസിൻ്റെ പകുതി കഴിഞ്ഞ് ദൈവത്തിൻ്റെ തിരുമുമ്പിലെത്താം എന്നുള്ള ഒരവസ്ഥയിൽ ജീവിക്കുന്ന, മനഃപൂർവ്വം അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും പലരും വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ബ്രദറെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണ്, അതങ്ങനെ തന്നെ പോട്ടെ, ഇപ്പോഴാണ് വീഴാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു ടൈമുണ്ട്, ഇപ്പോഴേ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ ലൈഫൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞത് 1-2 പേരല്ല, ഒത്തിരി പേരാണ്. മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവരൊക്കെ ഒന്ന് സെറ്റിലായതിന് ശേഷം പാപങ്ങളൊക്കെ വെറുതെ ഉപേക്ഷിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തെ കണ്ടുകൊണ്ട് കർത്താവിനെ അങ്ങനെ വില കുറച്ച് കാണിച്ചുകൊണ്ട് അവരിൽ തന്നെ പ്രവർത്തിക്കുന്ന പാപം അവരിൽ തന്നെ തുടരുവാനായിട്ടുള്ള അനുവാദം സ്പിരിറ്റിന് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്ന പാപത്തിൻ്റെ മേഖല തുടരുവാൻ ഞാൻ അനുവാദം കൊടുക്കുന്നിടത്തോളം കാലം ഈ കെട്ട് എന്നെ മാത്രമല്ല കെട്ടപ്പെട്ടിരിക്കുന്നത്, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടത് മൂലം എന്താ പറയുക മോക്ഷം പ്രാപിക്കേണ്ട തലമുറകൾ വരെ എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുക. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മോക്ഷം പ്രാപിക്കേണ്ട, സ്വർഗം ലഭിക്കേണ്ട തലമുറകൾക്ക് വരെ എൻ്റെ ഈ ഒരു നിലപാട് ദോഷം വരുത്തി വയ്ക്കുന്നുണ്ട്. ആ ആത്മാക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള സാധ്യത എൻ്റെ ഈ പ്രവൃത്തി മൂലം തടസ്സപ്പെടുക. ആ ആത്മാക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള സാധ്യത എൻ്റെ ഈ പ്രവൃത്തി മൂലം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ മാനസാന്തരപ്പെടേണ്ടത് എൻ്റെ ആവശ്യം മാത്രമല്ല, എന്നോടുകൂടെ ആയിരിക്കുന്ന എൻ്റെ മുഴുവൻ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെ മക്കളുടെ ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ മരിച്ചുപോയവരുടെ ആവശ്യമാണ് ഞാൻ മാനസാന്തരപ്പെടുക എന്നുള്ളത്. ഏതെങ്കിലും കുടുംബത്തിന് നിങ്ങളുടെ തലമുറകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ട് നിങ്ങൾ എത്ര കുർബാന ചെല്ലിച്ചാലും എത്ര തന്നെ നിങ്ങൾ ത്യാഗം എടുത്താലും നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പിൽ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെടുത്ത ത്യാഗങ്ങളോ പഠിപ്പിച്ച ബലികളോ അവർക്ക് ഉപയുക്തമാവുകയില്ല. നിങ്ങൾ എത്ര തന്നെ ഏതെല്ലാം രീതിയിൽ അവർക്ക് വേണ്ടി എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചാലും എത്ര വില കൊടുത്താലും അതൊന്നും അവരുടെ പേരിൽ സ്വീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് കർത്താവായ യേശു ക്രിസ്തു പരമപ്രധാനമായിട്ട് നോക്കുന്നത്. തലമുറകളിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാക്കളുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയിട്ട് ക്രിസ്തു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത് പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മളുടെ സ്നേഹവും നമ്മളുടെ പരസ്പര വിശ്വാസവും പരസ്പര ഐക്യവും കർത്താവ് നോക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപത്തോടുകൂടെ പാപത്തിൻ്റെ മാലിന്യത്തോടുകൂടെയുള്ള പ്രാർത്ഥനകൾ ദൈവസമക്ഷം എത്തത്തില്ല. എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ എത്തണമെങ്കിൽ എൻ്റെ പാപം, ഞാനായിരിക്കുന്ന അവസ്ഥകൾ, എൻ്റെ ജീവിത മേഖലകളിൽ ഞാൻ മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്നെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികൾ ഒരിക്കലും എന്നെ വിട്ടു പോകത്തില്ല. എന്നെ ഭരിക്കുന്ന സാത്താൻ്റെ ശക്തികൾ ഒരിക്കലും എന്നെ വിട്ടു പോകത്തില്ല. ഞാൻ ഇങ്ങനെ പാപത്തിൽ തന്നെ തുടരുക. ഈ പാപം, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ മേഖലകൾ അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇതിൽ എനിക്കൊരു എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉത്സാഹമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു പാപത്തിൽ നിന്ന് സാത്താൻ എനിക്ക് തരുന്ന ഒരു ആനന്ദം, ഒരു സന്തോഷം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പതിവായി ചെയ്യുന്ന പാപങ്ങളിലെല്ലാം നിങ്ങളൊരു തൃപ്തി കണ്ടെത്തിക്കൊണ്ടിരിക്കും. പതിവായി ചെയ്യുന്ന പാപങ്ങളെല്ലാം നിങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും പതിവായി നിങ്ങൾ ഏതെല്ലാം പാപങ്ങൾ ചെയ്യുന്നുവോ ആ പാപങ്ങളെല്ലാം നിങ്ങൾക്കൊരു സംതൃപ്തി തരും. എല്ലാ മേഖലയിലും നിങ്ങൾക്കൊരു തൃപ്തി തരും. ഉറക്കം വരുന്നില്ലേ? ഈ പാപം ചെയ്താൽ നിങ്ങൾക്ക് ഉറക്കം വരും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഈ പാപം ചെയ്താൽ നിങ്ങൾക്കത് പറ്റും. നിങ്ങൾക്കൊരു കാര്യത്തിന് പോകാനൊരു ധൈര്യം കിട്ടുന്നില്ലേ? ഈ പാപം ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ഇങ്ങനെ ഈ പറയുന്ന തിന്മയുടെ ശക്തി, ഇതെല്ലാത്തിനും നീ ഇത് ചെയ്യണമെന്നുള്ള ഒരു ബോധ്യം, ഒരു ജഡികത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വെച്ച് തരും. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്. പലരും വന്ന് പറഞ്ഞത്, ബ്രദറെ, ഒന്നും പറ്റാത്ത സമയത്ത് ഈ തെറ്റ് ചെയ്ത് സ്വയംഭവത്തിൻ്റെ കാര്യം അവർ പറഞ്ഞു. ഈ തെറ്റങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഞാനല്ലാതായി തീരുക. അപ്പോൾ അതെന്താ? ഈ ഒരു പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കാതിരിക്കാൻ തിന്മ എന്നെ കെട്ടിയിട്ടിരിക്കുക. ഈ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കാതിരിക്കാൻ ഞാൻ പതിവായി ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, എൻ്റെ ഈ ബന്ധനാവസ്ഥയിൽ നിന്ന് ഒരിക്കലും എനിക്ക് മോചനം കിട്ടാതിരിക്കാൻ ഈ ഒരു സ്പിരിറ്റ് എന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഈ ഒരു അരൂപി എന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഇത് എന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഞാനല്ല ഇതിനെ കൺട്രോൾ ചെയ്യണത്, പിന്നെ ഇത് എന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോവുക. ഇതെന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോവാം. ഇത് തന്നെയാണ് മദ്യത്തിൻ്റെ ഇതും മറ്റു പ്രമാണ ലംഘനങ്ങൾ എന്തെടുത്താലും പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് തന്നെയാണ് അവസ്ഥ. ഇത് കിട്ടിയാൽ, ഇതൊന്ന് വന്നു കയറിയാൽ, ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നാൽ എൻ്റെ ഈ ഒരു മൊത്തത്തിലുള്ള അവസ്ഥയ്ക്ക് മൊത്തം മാറ്റം വരും.
എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പാപമാണോ പതിവായി നമ്മൾ ചെയ്യുന്നത് അതിൽ ആനന്ദം കണ്ടെത്താൻ, അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് തിന്മയുടെ ശക്തികൾ നമുക്ക് ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ ഒരു പ്രേരണ നമ്മുടെ ആത്മാവിലും മനസ്സിലൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഈ പ്രേരണ സത്യമാണെന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ പ്രിയപ്പെട്ട ദൈവജനമേ സാഹചര്യങ്ങളെ ഒരുക്കി തരും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കണം, പാപ സാഹചര്യങ്ങളും വെറുത്ത് ഉപേക്ഷിക്കണം, പാപകരമായ ജീവിതാവസ്ഥകളും വെറുത്ത് ഉപേക്ഷിക്കണം. പാപത്തെ വെറുത്തുപേക്ഷിക്കുക, പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുക. പാപത്തെ വെറുത്തുപേക്ഷിക്കുക, പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുക. രണ്ടും അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെയാണ് ക്രിസ്തു ഈ തളർവാദ രോഗിയെ ഇത്രയും ജനക്കൂട്ടത്തിന് മധ്യത്തിൽ അവൻ എഴുന്നേൽപ്പിച്ച് നടത്താൻ കാരണം, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ദൈവപുത്രന് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ തിരുവെഴുത്ത് നിറവേറ്റപ്പെടുക. പ്രിയമുള്ള ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു തളർവാദ രോഗിയെ ബന്ധിക്കുന്നില്ല, അവനെ ശാസിക്കുന്നില്ല, അവനുള്ള അശുദ്ധാത്മാവിനോട് പുറത്തു പോകാൻ ആജ്ഞാപിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇന്നലെ നമ്മൾ വായിച്ചു, അശുദ്ധാത്മാവിനോട് പുറത്തു പോകാൻ യേശു ആജ്ഞാപിച്ചു. പക്ഷെ ഇവിടെ ആ വ്യക്തിയിൽ അശുദ്ധാത്മ ബാധയല്ല, മറിച്ച് പാപമാണ് തളർത്തി കിടത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഈവിൾ സ്പിരിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം ഈ പറയുന്ന തിന്മയുടെ സ്വാധീനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അവസ്ഥയിൽ ചില പാപങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ, ചില പ്രമാണ ലംഘനങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ ദൈവം നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ തന്നുകൊണ്ടിരിക്കും. ഈ ഓർമ്മപ്പെടുത്തലുകൾ അത് വേണ്ട, അത് പാടില്ല, അത് പാടില്ല, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊരു സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും, ഇത് തെറ്റാണല്ലോ. നമ്മുടെ മനസ്സാക്ഷിക്കകത്തൊരു ബുദ്ധിമുട്ട്, ഒരു ഭാരം, നെഞ്ചിലൊരു കനം കയറ്റി വെച്ച ഒരവസ്ഥ നമുക്ക് തോന്നും. അത് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവ് ഇത് ശരിയല്ലല്ലോ, ഇത് തെറ്റാണല്ലോ എന്ന് നമ്മൾക്കുള്ളിൽ തോന്നുകയും ചെയ്യും. എന്നാൽ ആ പാപം നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഈ ദൈവം തരുന്ന ആത്മഭാരത്തോടൊപ്പം തന്നെ സാത്താൻ തരുന്ന പാപത്തിലും ഞാൻ ആയിരിക്കും. ഈ പാപത്തിൻ്റെ ഭാരത്തെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കും. ദൈവം തന്ന ആത്മഭാരത്തോടൊപ്പം തന്നെ ഈ പാപത്തിൽ ഞാൻ ആയിരിക്കുകയും ചെയ്യും. ഈ പാപഭാരത്തെ ഞാൻ ചുമക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ ഈ പാപത്തിൻ്റെ മേഖല ഞാൻ ചുമന്ന്, ഈ പാപ അവസ്ഥകളെ ഞാൻ ചുമന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെല്ലാം മങ്ങിത്തുടങ്ങി. അവസാനം ഈ പാപം വെച്ചുകൊണ്ട് യേശുവിനെ നോക്കാൻ പറ്റില്ല, ഈ പാപം വെച്ചുകൊണ്ട് പരിശുദ്ധ ബലിക്ക് ചെല്ലാൻ പറ്റുന്നില്ല, കുർബാനയ്ക്ക്, കുടുംബ പ്രാർത്ഥനയ്ക്ക്, മറ്റു പ്രാർത്ഥനാ കർമ്മങ്ങൾക്കൊന്നിനും എനിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ എന്നെ പുറകോട്ട് വലിക്കുന്ന തിന്മയുടെ ഒരു ശക്തിയുണ്ട്. എന്നെ പുറകോട്ട് വലിക്കുന്ന ഈ തിന്മയുടെ ശക്തി പിന്നീട് അങ്ങോട്ട് എൻ്റെ കംപ്ലീറ്റ് കൺട്രോള് അതിൻ്റെ കയ്യിലേക്ക് പോവുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അത് തീരുമാനിക്കും, ആ പാപം തീരുമാനിക്കും. അവിടെയാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രസക്തി കിടക്കുന്നത്. പ്രിയപ്പെട്ടവർ, വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. നമ്മുടെ പാപങ്ങൾ പല മേഖലകളിലും നമ്മളെ തളർത്തി കിടത്തിയിട്ടുണ്ട്, നമുക്കറിയാത്തതാണ്. ആത്മീയ മേഖലയിൽ നല്ല രീതിയിൽ കത്തി ജ്വലിച്ച് നിൽക്കും ഒരു കാലത്ത്, പിന്നീട് അങ്ങോട്ട് നേരെ ശൂന്ന് മുന്നേ താഴേക്ക് പോകും. അതിന് കാരണം ഈ ഒരു പാപത്തിൻ്റെ മേഖല, പാപ സാഹചര്യം ഏത് തരത്തിലുള്ള വ്യക്തിയിലേക്കും അതിൻ്റെ സാന്നിധ്യം കൊടുത്തു വിടാൻ സാത്താൻ അറിയാമെന്നുള്ളത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് ജീവിതാവസ്ഥയാണോ, ആ ജീവിതാവസ്ഥയിലുള്ള ഏത് വ്യക്തിയാണോ, ആ വ്യക്തിയിലേക്കെല്ലാം ഈ പാപത്തിൻ്റെ കെട്ട് അഴിച്ചു വിടാൻ സാത്താന് സാധിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുക്കത്തോടുകൂടി ആയിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ താഴെ ഇടാൻ ശ്രമിക്കുന്ന അരൂപി, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം തരുന്നെങ്കിൽ ഈ അരൂപി നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഏതൊരു ധ്യാനം കൂടിയാലും അവിടെ നിന്ന് വിടുതൽ കിട്ടി, ഇനി ഒരിക്കലും എനിക്ക് തിന്മ വരില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളെ വിട്ടുപോയ സ്പിരിറ്റ് ഏതാനും മീറ്റർ ചുറ്റളവിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. പൂർണ്ണമായി നിങ്ങളെ ഉപേക്ഷിച്ച് പോകത്തൊന്നുമില്ല. ഒറ്റകൾ പൂർണ്ണമായി നിങ്ങൾ ഉപേക്ഷിച്ച് പോകത്തില്ല. നിങ്ങൾ ഏതെങ്കിലും പാപം ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചാലും അത് നിങ്ങളുടെ പരിസരത്ത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഏതാനും ഒരു സർക്കിളിനകത്ത് നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിനകത്ത് നമ്മൾ നിൽക്കുന്നത്. ഈ സർക്കിൾ എന്ന് ബ്രേക്ക് ആവുന്നുവോ അന്ന് ഈ സ്പിരിറ്റ് എൻ്റർ ചെയ്യും. അന്ന് ഈ സ്പിരിറ്റ് നമ്മളിലേക്ക് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ധ്യാനം കൂടി പോകുമ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിനകത്ത് നിൽക്കുക. ഈ സർക്കിളിനകത്ത് ഞാൻ നിന്നുകൊണ്ട് ഈ ധ്യാനം കൂടി, ഈ സർക്കിൾ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വലയം എന്ന് വേണമെങ്കിൽ പറയാം, അതിനകത്ത് ഞാനിങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോവുക. ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവർ, എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്നതെല്ലാം ഞാനിങ്ങനെ ആലോചനയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിത് ആലോചിച്ച് അവസാനം ഞാനൊരു പാപത്തിലേക്ക് വീഴുക. ഈ പാപത്തിലേക്ക് ഞാൻ വീഴുമ്പോൾ ആദ്യം ചെയ്യുന്നത് എനിക്ക് പ്രാർത്ഥനയിൽ ഒരു മടുപ്പ് തോന്നിപ്പിക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിപ്പിക്കും. ഞാൻ 4 ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിൽ 3 മതി എന്നൊരു തോന്നൽ വരും. ഇന്ന് ക്ഷീണമാണ്, തളർച്ചയാണ്, ഇന്ന് കിടക്കാം. ഇങ്ങനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ്, ആ സർക്കിളിനൊരു ഗ്യാപ്പ് വരിക. ആ ഗ്യാപ്പ് 2 ജപമാലയാക്കി 1 ജപമാലയാക്കി ജപമാല കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ദിവസവും ബലിക്ക് പോയിക്കൊണ്ടിരുന്നത് ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം മാത്രമാക്കി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിൽ നിന്ന് പതുക്കെ എടുത്തു മാറ്റാൻ സ്പിരിറ്റിനറിയാം. ഇത് എടുത്തു മാറ്റുന്നതനുസരിച്ച് ഈ സർക്കിളിനകത്തൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പിലൂടെ ഈവിൾ സ്പിരിറ്റ് നമ്മിലേക്ക് പ്രവേശിക്കും. പിന്നീട് ഏത് പാപം വെറുത്തുപേക്ഷിച്ചുവോ അത് വീണ്ടും നമ്മൾ ചെയ്യും. നമ്മൾ പറയും, ഒരു അശുദ്ധാത്മ ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിൽ നടക്കും. എന്നാൽ അത് ആശ്വാസം കണ്ടെത്തുകയില്ല. അപ്പോൾ അത് പറയും, ഞാൻ ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ആ ഭവനം അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണും. ഉടനെ അത് പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 ദുരാത്മാക്കളെ കൂടെ തന്നോടൊത്ത് കൊണ്ടുവന്ന് ആ മനുഷ്യനെ പ്രവേശിക്കും. അതിനുശേഷം ആ മനുഷ്യൻ്റെ സ്ഥിതി അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വചനം നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താ? ഈ ഒരു സർക്കിളിനകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മളെ വിട്ടുപോയ അശുദ്ധാത്മാവിന് പ്രവേശിക്കാൻ പറ്റാതാകുമ്പോൾ 7 ആത്മാക്കളെ കൂടെ തന്നോടൊത്ത് കൊണ്ടുവരും എന്നുള്ളത് ക്ലിയറാണ്. 7 അവസ്ഥകളിലേക്ക് നമ്മളെ പ്രഷർ കൊടുക്കരുത്. 7 ഒരാൾ തള്ളിയാൽ തുറയാത്ത ഡോറ് 7 പേര് തള്ളിയാൽ തുറയും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിൾ വേദിക്കാൻ ഒരു സ്പിരിറ്റിന് പറ്റിയില്ലെങ്കിൽ അത് പോയി 7 എണ്ണത്തിനുമായിട്ട് വരും. നമ്മൾക്ക് ടെംപ്റ്റേഷൻ തരുന്ന അവസ്ഥകൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ. ഇതിങ്ങനെ ടെംപ്റ്റേഷൻ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. ധ്യാനം കൂടി വീണ്ടും പാപം ചെയ്ത് വീണ്ടും ധ്യാനം കൂടി അതല്ല പ്രാർത്ഥന. നിങ്ങൾ ഒരു ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത്, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ആ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ കൃപയിൽ നിലനിൽക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. വാർഷിക ധ്യാനം മതി നമുക്ക്. വർഷത്തിലൊരു ധ്യാനത്തിൻ്റെ ആവശ്യമുള്ളൂ. ആ ധ്യാനം വൃത്തിയായി കൂടിക്കഴിഞ്ഞാൽ ആ ധ്യാനത്തിലൂടെ കിട്ടുന്ന കൃപ 1 വർഷത്തേക്ക് നിലനിൽക്കാനായിട്ട് നീയാണ് പരിശ്രമിക്കേണ്ടത്. ധ്യാനകേന്ദ്രങ്ങളല്ല പരിശ്രമിക്കേണ്ടത്. ഒരു ധ്യാനത്തിൽ നിന്ന് കിട്ടിയ കൃപ 1 വർഷത്തേക്കാണ് ഒരു ധ്യാനമെങ്കിൽ അടുത്ത വർഷം അടുത്ത ധ്യാനം കൂടുന്നത് വരെ ഈ കൃപയിൽ നിലനിൽക്കാനുള്ള അഭിഷേകം അല്ലെങ്കിൽ കെൽപ്പ് നേടിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് അത് നേടിയെടുക്കേണ്ടത്. ആ കൃപ കിട്ടിയാൽ പിന്നീട് ഒരിക്കലും, പ്രിയപ്പെട്ടവരെ, ധ്യാനം കൂടി പാപങ്ങൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരില്ല. നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള പേഴ്സണാലിറ്റി എനിക്കുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, എനിക്ക് ഒരു ധ്യാനം മതി വർഷത്തിൽ. എൻ്റെ പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള പേഴ്സണാലിറ്റി എന്ന് എനിക്ക് നഷ്ടപ്പെടുന്നുവോ അന്നാണ് ഞാൻ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? എനിക്ക് പേഴ്സണാലിറ്റി ഇല്ല. എനിക്ക് എൻ്റെ പാപങ്ങൾ, എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ എനിക്ക് സ്വയമേവ കഴിവില്ല എന്ന് ഞാൻ ഏറ്റുപറയാം. അതല്ല വ്യക്തിത്വം, അത് പേഴ്സണാലിറ്റി അല്ല പ്രിയപ്പെട്ടവരെ, അത് പേഴ്സണാലിറ്റി അല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ക്രിസ്തീയമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് അത് മങ്ങലേൽക്കാൻ ഇടവരുത്തും. നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്ക് അത് മങ്ങലേൽക്കും. ക്രിസ്തുവിന് അതിൻ്റെ കുറവ് നിങ്ങളങ്ങനെ ജീവിക്കുമ്പോൾ. ഈ ധ്യാനകേന്ദ്രങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്തും നമ്മുടെ തലമുറകളിലുള്ളവർ ഭംഗിയായി വിശുദ്ധ ജീവിതം നയിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ആയിക്കൂടാ? ഒരു ധ്യാനകേന്ദ്രങ്ങളില്ലാതിരുന്ന സമയത്ത് നമ്മുടെ തലമുറകളിലുള്ളവർ വിശുദ്ധ ജീവിതം നയിച്ചിരുന്നു, പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്നു, കുടുംബ പ്രാർത്ഥന മുടങ്ങിയിരുന്നില്ല. അവിടെയെല്ലാം ദൈവം അവരെ പരിപാലിച്ചിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതുപോലെ ജീവിക്കാൻ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ശ്രമിക്കാത്തതാണ് എൻ്റെയും നിങ്ങളുടെയും കുഴപ്പം. ഹല്ലേലൂയ. വലതുകരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണ് തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ആ വചനത്തിൽ പറയുന്നു, വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ അടുത്തെങ്ങും നിൽക്കാൻ സ്ഥലം തികയാത്ത വണ്ണം നിരവധി ആളുകൾ ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നപ്പോൾ
4 പേര് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ഒരു തളർവാദം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് 4 കാരണങ്ങളാണ്. ഒരു തളർവാദം എന്നിൽ, എൻ്റെ ശരീരത്തിന് എനിക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഭരിക്കുന്ന അവസ്ഥകൾ 4. ഈ 4 തിന്മയുടെ ശക്തികൾ, ഈ 4 തരത്തിലുള്ള അവസ്ഥകളിലൂടെ എൻ്റെ ജീവിതം കടന്നു പോകുമ്പോൾ ഞാൻ ആയിത്തീരുന്ന അവസ്ഥയാണ് തളർവാദം എന്ന് പറയുന്നത്. ഈ 4 തരത്തിലുള്ള തിന്മകളിലൂടെ എൻ്റെ ജീവിതം കടന്നു പോകുമ്പോൾ 4 തരം, നമുക്കറിയാം യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 4 യാമങ്ങളാണ് നമുക്ക്, 3, 6, 9, 12. ഈ 4 യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 4 തരത്തിലുള്ള തിന്മയുടെ ശക്തികളെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള കൃപയാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ നിർവീര്യമാക്കാനുള്ള കൃപ 4 യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് നിങ്ങൾക്കും കിട്ടും. ഈ തളർവാദ രോഗി എന്ന് പറയുന്ന അവസ്ഥ നമുക്കറിയാം, ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് 4 പേര് അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നത്. 4 പേര്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രിയപ്പെട്ട ദൈവജനമേ, തളർവാദ രോഗിയെ അവർ കൊണ്ടുവരുന്ന അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ ഇറക്കി. അപ്പോൾ കിടക്ക, തളർവാദ രോഗിയെ തനിച്ചു കൊണ്ടുവരുന്നതാണോ എളുപ്പം, തളർവാദ രോഗിയെ കിടക്കയോടെ കൊണ്ടുവരുന്നതാണോ എളുപ്പം? പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഈ തളർവാദ രോഗി ക്രിസ്തു ആയിരുന്ന ഭവനത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയുള്ള സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവന്നതെന്നുള്ളത് വ്യക്തമല്ല. എങ്കിൽ പോലും തളർവാദ രോഗിയെ കൊണ്ടുവന്നത് കിടക്കയോടെയാണ്. കിടക്കയോടെ കൊണ്ടുവരിക. ഒരാൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തളർവാദം പിടിപെട്ട് കിടന്ന് നമ്മൾ കിടക്കയോടെയല്ല, ആ വ്യക്തിയെ മാത്രമേ നമ്മൾ പൊക്കിയെടുക്കാറുള്ളൂ. പക്ഷേ ഞാനും നിങ്ങളും ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അതാണ് നമ്മുടെ കിടക്ക. ഞാനും നിങ്ങളും ഏത് പാപത്തിലായിരിക്കുന്നുവോ, ഏത് ജീവിതാവസ്ഥയിലായിരിക്കുന്നുവോ, നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ കിടക്കയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന കിടക്കയോട് കൂടെ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടതുണ്ട്. ഞാനും നിങ്ങളുമായിരിക്കുന്ന കിടക്കയോട് കൂടെ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് അവിടെ യേശുവിൽ നിന്ന് നമ്മളൊരു വിടുതൽ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഏത് കിടക്കയിലായിരിക്കുന്നുവോ ആ കിടക്കയെ ചുമക്കാനുള്ള കൃപയുമായിട്ട് വേണം തിരിച്ച് ഞാൻ വരുവാൻ. ഹല്ലേലൂയ. ഞാൻ ഏത് കിടക്കയിലായിരിക്കുന്നുവോ ആ കിടക്കയെ ചുമക്കാനുള്ള കൃപ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. ഏത് കിടക്കയിൽ എൻ്റെ ജീവിതത്തിൽ പാപം മൂലം ഏത് കിടക്കയിൽ, ഏത് ബന്ധനാവസ്ഥയിൽ ഞാനായിരിക്കുന്നുവോ അതെൻ്റെ കിടക്കയാണ്. അതിനെ ഞാൻ ചുമക്കണം. അതിൽ ഞാൻ കിടന്നാൽ അതിൽ എന്നെ സുഖിപ്പിച്ച് കിടത്തുന്ന ഈ കിടക്കയുടെ സ്പിരിറ്റ്, ഞാനായിരിക്കുന്ന പാപ ബന്ധനങ്ങളുടെ അരൂപികൾ എന്നെ നിരന്തരം ആ കിടക്കയിൽ തന്നെ കിടത്തും. ചില പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. ഇതൊരു കിടക്ക വിരിച്ചു തരുന്നതാ സ്പിരിറ്റ് വിരിച്ചു തരുന്ന ഈ കിടക്കയിൽ ഞാൻ കിടന്നാൽ ആ കിടക്കയിൽ നിന്ന് പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ തോന്നത്തില്ല. അങ്ങനെയുള്ളപ്പോഴാണ് കിടക്കയോട് കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കേണ്ടി വരുന്നത്. അതാണ് നമ്മൾ ഓരോ ധ്യാനത്തിന് വരുമ്പോഴും നമ്മൾ ഒരുങ്ങിയല്ല വരുന്നത്. നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ എങ്ങനെയാണ്? എല്ലാ പാപത്തോടും കൂടെ വന്ന്, എല്ലാ രോഗത്തോടും കൂടെ വന്ന്, എല്ലാ കുറവുകളോടും കൂടെ വന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ കിടക്ക ഉപേക്ഷിച്ച് പോകുന്നവരാണ് നമ്മൾ. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ, ഇവിടെ നിന്നല്ല, ഏത് ധ്യാന കേന്ദ്രത്തിൽ നിന്നും ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകും, ഒന്നുകിൽ ഈ കിടക്ക ചുമക്കാനുള്ള ബലം നിങ്ങളുടെ ശരീരത്തിന് നേടിപ്പോകും, അല്ലെങ്കിൽ ഈ കിടക്കയെ ഉപേക്ഷിച്ച് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള കെൽപ്പ് നിങ്ങളുടെ ഭൗതിക ശരീരത്തിന് നേടിയെടുത്തിട്ടാണ് ഞാനും നിങ്ങളും ഓരോ ധ്യാനം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ധ്യാനത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന വിടുതൽ എന്ന് പറയുന്നത് ക്രിസ്തു വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തുവിന് ചുറ്റും നിൽക്കുന്ന ജനങ്ങളിൽ ഇത്രയും പേര് തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ അവിടെ എങ്ങ് നിൽക്കാൻ സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ മുൻപിൽ എത്തിക്കുക എന്നുള്ളതാണ് കൊണ്ടുവന്ന ഈ 4 പേരുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഈ തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എത്തിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, തളർവാദം പിടിപെട്ട് കിടക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ആഗ്രഹമേ ഉണ്ടാവുകയുള്ളൂ, എനിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ എഴുന്നേൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിയോഗിച്ച 4 പേര്.
യേശു വിശ്വാസം കണ്ടത് ഈ 4 പേരിലാണ്, തളർവാദ രോഗിയിലല്ല. ഈ 4 പേരിൽ വിശ്വാസം കണ്ട് തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു എന്നാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. 4 പേരിലുള്ള വിശ്വാസം ക്രിസ്തു കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടത് തളർവാദ രോഗിയാണ്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഈ കിടക്കയിലായിരുന്നു മരിച്ചുപോയ ഒത്തിരി ആത്മാക്കൾ നമ്മുടെ തലമുറയിലുണ്ട്. കിടക്കയോടുകൂടെ അവരായിരിക്കുന്ന പാപ അവസ്ഥകളോടുകൂടെ ഈ ലോകം വിട്ട് മരണത്തെ സ്വീകരിച്ചവരുണ്ട്. അപ്പോൾ അവരിപ്പോഴും ആ കിടക്കയിൽ തന്നെയാണോ? അവർ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റോ? ശുദ്ധീകരണ സ്ഥലത്തിലെ കാലയളവുകൾ കഴിഞ്ഞോ? നമുക്കറിയത്തില്ല. ഈ കിടക്കയിൽ ഇവർ കിടക്കുമ്പോൾ ഈ 4 പേരുടെ വിശ്വാസമാണ് ആ കിടക്കയെ തകർക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 പേര് വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിശ്വാസം കണ്ട് ഈ തളർവാദ രോഗിയോട് കർത്താവ് പറയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് നമ്മളുടെ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ തലമുറകളിലുള്ള പല വ്യക്തികളും മരിച്ചത് ഒരുക്കത്തോടു കൂടെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ശക്തി നീട്ടിപ്പിടിച്ച് ഉയർത്തിയ വലതുകരം മുട്ടുകുത്തി വെച്ച് ഉയർത്തണ്ട, കൈ പൊക്കി ഉയർത്തി ഹല്ലേലൂയ. 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 ഈ വലതുകരം ഇങ്ങനെ പിടിച്ചിരുന്ന ഉറങ്ങണേ. അതുകൊണ്ടാണ് ഞാൻ വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞത്. ഉറങ്ങരുത്, ദൈവത്തെ ഓർത്ത് ഉറങ്ങരുത്. ഞാൻ ഇന്നലെ മുഴുവൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോടും പറയണം, ഉറങ്ങരുത്, കൃപ നഷ്ടപ്പെടും. ഹല്ലേലൂയ. 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 ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. ജനക്കൂട്ടം നിമിത്തം ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുവാനായിട്ട് 4 പേർക്ക് സാധിച്ചില്ല. തളർവാദ രോഗിക്കല്ല, 4 പേരാണ് ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് ക്രിസ്തു ആയിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര, ക്രിസ്തുവിന് മുകളിൽ എത്തുന്ന വിശ്വാസമാണ് മേൽക്കൂര എന്ന് പറയുന്നത്. ക്രിസ്തു ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മുകളിൽ എത്തുക. ക്രിസ്തുവിൻ്റെ മുന്നേ എത്തിയവരുണ്ട്. ക്രിസ്തുവിൻ്റെ മുകളിൽ എത്തിയതിൽ 2 പേരാണ്. ഒന്ന് സഖ്യവൂസും, ഒന്ന് ഈ തളർവാദ രോഗിയും. ഇവർ 2 പേരും ക്രിസ്തുവിൻ്റെ മുകളിലൂടെയാണ് ക്രിസ്തുവിനെ നോക്കിയത്. ഹല്ലേലൂയ. ബാക്കി ബൈബിളിൽ ആരെ എടുത്താലും ക്രിസ്തുവിൻ്റെ മുന്നിൽ നിന്നതും ക്രിസ്തുവിൻ്റെ പിന്നിൽ നിന്നതും ക്രിസ്തുവിൻ്റെ പുറകെ പോയി തൊട്ടതും ക്രിസ്തുവിൻ്റെ മുന്നിൽ കിടന്നതും വഴിയരികിലായിരുന്നവരാണെങ്കിൽ 2 പേരാണ്. ക്രിസ്തുവിൻ്റെ മുകളിലെത്തിയത് 2 പേരാണ്. ഒന്ന് സഖ്യവൂസ. ക്രിസ്തുവിന് മുകളിലെത്തി ക്രിസ്തുവിനെ നോക്കാനുള്ള വിശ്വാസമാണ് സഖ്യവൂസിൻ്റെതും. ഈ തളർവാദ രോഗിയും ക്രിസ്തുവിന് മുകളിലെത്തി ക്രിസ്തുവിനെ നോക്കാനുള്ള കൃപ ലഭിച്ചതാണ് ഈ തളർവാദ രോഗി. അവിടെ സഖ്യവൂസിനെ ക്രിസ്തുവിൻ്റെ മുകളിൽ എത്തിച്ചത് സിക്കമൂർ മരമാണെങ്കിൽ ഇവിടെ ഈ തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ മുകളിൽ എത്തിച്ചത് 4 പേരാണ്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ബാക്കിയുള്ളതെല്ലാം ക്രിസ്തുവിൻ്റെ കാൽ ചുവട്ടിലാണ്. ക്രിസ്തുവിന് മുകളിൽ എത്തിയില്ല. ക്രിസ്തുവിന് മുകളിലെത്തുന്ന വിശ്വാസമാണ് മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസം. ഈ മേൽക്കൂര എന്ന് പറയുന്നത് വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിൻ്റെ മേൽക്കൂരയാണ്. അതിന് മുകളിൽ ഈ തളർവാദ രോഗിയെ കിടക്കയോടെ എത്തിക്കണം. ഈ 4 പേര് കയറണം, കെട്ടിയിറക്കണം. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഇത്രയും വലിയൊരു വിശ്വാസത്തിൻ്റെ തലം നിങ്ങൾ ആലോചിക്കുക. അത്രയും വലിയ വിശ്വാസത്തിൻ്റെ തലമാണ്. അവരെടുത്ത അധ്വാനത്തേക്കാൾ അത്രയും വലിയൊരു വിശ്വാസം, മേൽക്കൂരയിലുള്ള വിശ്വാസം, അതായത് മേൽക്കൂര പൊളിച്ചിറങ്ങുന്നതിനുള്ള വിശ്വാസം, വിശ്വാസത്തിൻ്റെ മേൽക്കൂര. പ്രിയമുള്ള ദൈവജനമേ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തുവിൻ്റെ മുന്നേ പോയി ക്രിസ്തു നമ്മളെ കണ്ട ഭാവം നടിക്കില്ല. സീറോ ഫിനിഷ്യൻ സ്ത്രീ കർത്താവിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ പറഞ്ഞതാ, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മുന്നിൽ അവൾ എത്തിയപ്പോൾ ക്രിസ്തുവിനോട് പറഞ്ഞത്, എൻ്റെ കൊച്ചുമകൾക്ക് സൗഖ്യം കിട്ടണം. ക്രിസ്തു പറഞ്ഞു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരായിട്ട് ബാക്കിയുണ്ടേ തരാം. അപ്പോഴും ആ വിശ്വാസം കൊണ്ട് ആ മകള് അവളെ സൗഖ്യം നേടിയെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് തന്നെയാണ് യേശുവിൻ്റെ അടുത്ത് തളർവാദ രോഗിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ മുകളിലെത്തിക്കും. ഈ വിശ്വാസമാണ് പലതും നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കുണ്ടാകേണ്ട വിശ്വാസം. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്ത് മേൽക്കൂര പൊളിക്കാനുള്ളൊരു വിശ്വാസം ദൈവം നമുക്ക് തരും.
ഒരു സ്ഥാനവുമില്ല, ഒരു തരത്തിലും ഒരു രക്ഷയുമില്ലാത്ത അവസരത്തിൽ മേൽക്കൂര പൊളിക്കാനുള്ള ഒരു വിശ്വാസം ദൈവം നമുക്ക് തരും. ആ മേൽക്കൂര എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ തലമാണ് പ്രിയപ്പെട്ടവർ. എൻ്റെ വിശ്വാസം എത്രത്തോളം സ്ട്രോങ് ആണോ, ഇത് ക്രിസ്തു ഇരിക്കുന്ന അവസ്ഥയുടെ മുകളിലെത്താനായിട്ട് എനിക്ക് കെൽപ്പ് തരുന്ന, മുകളിലൂടെ ചെന്ന് കർത്താവിനെ താഴേക്ക് നോക്കി കർത്താവിനെ കാണാനുള്ള അഭിഷേകം സ്വീകരിക്കുന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ഓരോ ധ്യാനത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചെടുക്കേണ്ടത് ക്രിസ്തുവിന് മുകളിൽ ചെന്ന് ക്രിസ്തുവിനേക്ക് നോക്കി വിശ്വാസം സ്വീകരിക്കാനുള്ള കൃപയാണ്. ഈ ഒരു വിശ്വാസം, ഈ ഒരു അഭിഷേകം, ഈ ഒരു സൗഖ്യം, ഈ ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഈ തളർവാത രോഗി എത്ര നാൾ കിടന്നു എന്നുള്ളത് വ്യക്തമല്ല. എത്ര നാളായിട്ട് കിടപ്പാണെന്നുള്ളത് ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും ഈ തളർവാത രോഗിയുടെ തളർവാദത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ 4 പേര് ശ്രമിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. 4 പേര് 4 തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മിൽ ഇത്തരത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തളർന്നു കിടക്കും. പഠനം, വിദ്യാഭ്യാസ മേഖല, ജോലി മേഖല, ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതങ്ങൾ, കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ നമ്മളുടെ കർത്തവ്യങ്ങളിൽ നിന്ന് നമ്മളെ താഴോട്ട് മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും നമ്മുടെ കർത്തവ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളെ തകർക്കുന്ന ഈ 4 ശക്തികളുണ്ട്. ഈ 4 ശക്തികൾ ഒരുമിച്ച് നമ്മിലേക്ക് കടന്നു വരുന്ന തലമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ 4 ദിക്കുകൾ എപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാതെ അടച്ചു കെട്ടേണ്ടതിന് പകരം തുറന്നിടുന്നുവോ ആ സമയത്ത് 4 ദിക്കിലൂടെ നമ്മളെ പ്രഹരിക്കുന്ന തിന്മയുടെ ശക്തികളുണ്ട്. ഈ 4 ദിക്കിലൂടെ വരുന്ന തിന്മയുടെ ശക്തികൾ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളിലുള്ള വ്യക്തി ജീവിതത്തെ തകർത്ത് കളയും. നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തെ തകർത്ത് നമ്മളെ ഇതുപോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്താൻ പറ്റില്ല. ദാമ്പത്യത്തിലും വ്യക്തി ജീവിതത്തിലും പഠനത്തിലും ജോലിയിലും സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലെല്ലാം 4 ദിക്കാണ്, 4 തലമാണ് പ്രിയപ്പെട്ടവരെ. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയിലും ഈ 4 ദിക്കുകളുണ്ട്. ഈ 4 ദിക്കുകൾ പ്രാർത്ഥനയിൽ വരുമ്പോൾ അതിനെ നമ്മൾ 4 യാമങ്ങൾ എന്ന് പറയും. ഈ 4 യാമങ്ങളിലേക്ക് നമ്മൾ അടച്ചുകെട്ടി, ഈ 4 യാമങ്ങളിൽ പ്രാർത്ഥന കൊണ്ടൊരു വേലി കെട്ടി തിരിച്ച് ഈ 4 യാമങ്ങളിൽ നമ്മളെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ബലപ്പെടുത്തുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ 4 ദിക്കുകളെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. 4 അവസ്ഥകളെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. 4 തരത്തിലുള്ള പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. എപ്പോഴെല്ലാം ഇത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നുവോ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാപത്തിൻ്റെ മാലിന്യം നമ്മളെ വിട്ടുമാറും. നിരവധിയായി കെട്ടിക്കിടക്കുന്ന പാപത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറണമോ 4 ദിക്കുകൾ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. 4 അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ, രക്ഷാകര ശക്തിയെ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ഈ തളർവാത രോഗി ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് പ്രിയപ്പെട്ട ദൈവജനമേ ഈ 4 വിശ്വാസികളുടെ കയ്യിലാണ് തളർവാത രോഗി വന്ന് എത്തിയത്. ഈ 4 വിശ്വാസികളുടെ കയ്യിൽ തളർവാത രോഗിയെ കൊടുത്തു. അവരാണ് ക്രിസ്തുവിലേക്ക് ഇവനെ എത്തിക്കുന്നത്. 4 തരത്തിലുള്ള വിശ്വാസം, 4 തരത്തിലുള്ള വിശ്വാസമാണ് തളർവാത രോഗിക്ക് രക്ഷ കൊടുത്തത്. ഈ 4 തരത്തിലുള്ള വിശ്വാസം തളർവാത രോഗിക്ക് രക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ ഈ തളർവാത രോഗിയെ ഈ 4 പേരാണ് പ്രഥമ ദൃഷ്ട്യ സൗഖ്യം കൊടുത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ വിശ്വാസം കൊണ്ട് മാത്രം ഈ തളർവാത രോഗി സൗഖ്യദാതാവായ ക്രിസ്തുവിൻ്റെ മുകളിലൂടെ എത്തിയപ്പോൾ ഇവരുടെ വിശ്വാസമാണ് ക്രിസ്തു കണ്ടതും ഇവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ക്രിസ്തു തളർവാത രോഗിയോട് എഴുന്നേൽക്കാൻ പറഞ്ഞതെങ്കിൽ സൗഖ്യത്തിന് കാരണമാകുന്ന വിശ്വാസം ഒരുപക്ഷെ എന്നിലില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ ചിലതൊക്കെ തളർന്നു കിടക്കുന്ന, പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയിലുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ യേശു നമ്മളോട് പറയുന്നു നിന്റെ വിശ്വാസം കൊണ്ട് അവനെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളത്. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തളർന്നു കിടക്കുന്ന ഒന്നിനെ എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ തളർന്നു കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലുള്ള തളർച്ചകൾ,
കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നമ്മളോട് പറയുന്നു, നിന്റെ വിശ്വാസം കൊണ്ട് അവനെ ഞാൻ സുഖപ്പെടുത്തും. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ തലം എൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസമല്ല എനിക്ക് വേണ്ടത്. എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബത്തെ മൊത്തം രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ ഉയരണം. അപ്പോൾ എനിക്കൊരു ചെറിയ വിശ്വാസം പോരാ. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കടുകുമണിയോളമുള്ള വിശ്വാസമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്, കടുകുമണിയോളം വിശ്വാസം മതി. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാം. ഒത്തിരി വലിയ വിശ്വാസത്തിൻ്റെ കാര്യം കർത്താവ് പറയുന്നില്ല, കടുകുമണിയോളം വിശ്വാസം മതി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മൊത്തം അവസ്ഥയ്ക്ക് നമുക്ക് എന്താ പറയുക, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. കടുകുമണിയുടെ വിശ്വാസം. നമുക്കറിയാം കടുകുമണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനെ നോക്കിയെടുക്കാൻ എങ്ങനെ സൂക്ഷ്മതയോടുകൂടെ നോക്കുന്നുവോ, അതാണ് കടുകുമണിയുടെ വിശ്വാസം. ഒരു കടുകുമണി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഒരു കടുകുമണി എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. ഇതിനെ നേടിയെടുക്കാൻ, ഇതിനെ തിരിച്ചു കിട്ടാൻ ഞാൻ നോക്കേണ്ടത്, വെറുതെ ഇങ്ങനെ നോക്കിയാൽ എനിക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനെ നോക്കാനായിട്ട് ബാക്കിയുള്ള 4 വശത്തു നിന്നും വരുന്ന എൻ്റെ ശ്രദ്ധകളെല്ലാം മാറ്റി അതിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നതാണ് കടുകുമണിയിലുള്ള വിശ്വാസം. ഈ കടുകുമണിയിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധിക്കണം, അതുമാത്രം ഞാൻ കാണണം, അതിലേക്ക് മാത്രം ഞാൻ നോക്കണം, അതുമാത്രം ഞാൻ അന്വേഷിക്കണം. അപ്പോൾ എൻ്റെ കണ്ണ് എത്ര സൂക്ഷ്മതയോടുകൂടെ അതിനെ ഫോക്കസ് ചെയ്താലാണ് നഷ്ടപ്പെട്ടു പോയ കടുകുമണി എനിക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടെ ആ കടുകുമണിയിലേക്ക് നോക്കണമെങ്കിൽ എൻ്റെ ബാക്കി 4 വശത്തെയും ഞാൻ അടച്ചുകെട്ടി ഇതിലേക്ക് മാത്രം സൂക്ഷ്മതയോടുകൂടെ അതിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതെനിക്ക് തിരിച്ചു കിട്ടും. അതാണ് കടുകുമണിയോളമുള്ള വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് വലുതാ. മറ്റൊന്നിലേക്കും പോവാതെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, അത് കടുകുമണിയാ പ്രിയപ്പെട്ടവരെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ചത് ഇതേ കടുകുമണിയാ. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തത് ഈ കടുകുമണിയാ. പ്രിയപ്പെട്ട ദൈവജനമേ, മരിച്ചവരെ ഉയർപ്പിച്ചതും ലോകത്തിൽ മറ്റാരുമില്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവന് ശേഷം അവനിലൂടെ സകല വിശുദ്ധര്, ഒത്തിരി വിശുദ്ധര് ഈ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിശ്വാസങ്ങളിലും മറ്റൊരു തത്വസംഹിതകളിലും ഇങ്ങനെയൊരു അത്ഭുതത്തെയോ ഇങ്ങനെയൊരു പ്രതിഭാസത്തെയോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ക്രിസ്തുവിൽ മാത്രമാണ്. കാരണം കടുകുമണിയോളം വിശ്വാസം കണ്ടെത്താൻ പറ്റുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവൻ്റെ മുന്നിൽ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴേക്ക് ഇറക്കി. അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിക്കുക. ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം സ്വർഗീയ അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ മേൽക്കൂര പൊളിക്കുക. എൻ്റെ വിശ്വാസത്തിൻ്റെ തലം അതിന് മുകളിലെത്തണം. എല്ലാ വഴികളും അടഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു ഇതെനിക്ക് സാധിച്ചു കിട്ടും. ഇത് തന്നെയാണ് രക്തസ്രാവക്കാരിക്കുണ്ടായിരുന്ന വിശ്വാസം. എല്ലാ വഴികളും അടഞ്ഞു, ഇനിയൊരു ഓപ്പണിംഗ് ഇല്ല, ഇനിയൊരു സാധ്യതയില്ല, ഇനി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ഇനി ആരും എന്നെ സഹായിക്കാൻ എത്തില്ല എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നതിൻ്റെ പേരാണ് വിശ്വാസം. എല്ലാം അവസാനിക്കുന്നിടത്ത് അവൻ തുടങ്ങും, അതാണ് ക്രിസ്തു. ലോകം മുഴുവൻ നിന്നെ കൈവെടിയുമ്പോൾ ക്രിസ്തു നിന്നിൽ ആരംഭിക്കും. ക്രിസ്തുവിലേക്കുള്ള നിന്റെ യാത്രയും നിന്നിൽ നിന്ന് ക്രിസ്തുവിൻ്റെ യാത്രയും ആരംഭിക്കുന്നത് അവിടെയാണ്. അതല്ലാത്തിടത്തൊന്നും ക്രിസ്തുവിലേക്ക് നീ യാത്ര ചെയ്തിട്ടില്ല. ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നതും ക്രിസ്തു നിന്നിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതും നിന്നെ കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെടുന്നതും ലോകത്തിൽ നിന്നുള്ള എല്ലാ പിടിവള്ളികളും ഭേദിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു കച്ചിത്തുരുമ്പുണ്ട് എന്ന് പറയുന്നുണ്ടോ, അവിടെയൊന്നും ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. എല്ലാം ഒന്നുമല്ല കർത്താവേ, ഞാനൊന്നുമല്ല, എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ വട്ടപൂജ്യമാണെന്ന് പറയുന്നിടത്താണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. ഞാൻ വട്ടപൂജ്യമാണ്, എന്നിലൊന്നുമില്ല, എനിക്ക് പറയാനൊന്നുമില്ല, എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, നിന്നോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അവകാശപ്പെടാനില്ല എന്ന് പറയുന്നിടത്താണ് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഒരു സഹോദരി ഹോസ്പിറ്റലിൽ കിടക്കുക.
ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ക്യാൻസറാണ്, ബ്രസ്റ്റിൽ വന്ന ക്യാൻസറാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നപ്പോൾ ഇവർ പേടിച്ചിട്ട് അത് പുറത്ത് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, സഹിച്ച് അത് നടന്നു. ഇവർ എന്നിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനോ ഒന്നിനും ഇവർ നിന്നില്ല. കാരണം ക്യാൻസർ ആണോ എന്നുള്ളത് ഇവർക്കറിയാം. ഒരു എന്താ പറയുക, ക്യാൻസർ ആണെന്നുള്ളൊരു ഏകദേശം സിംറ്റം വെച്ചിട്ട് അവർ മനസ്സിലാക്കിയത് ക്യാൻസർ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നമുക്ക് ചികിത്സയ്ക്ക് പോകാനോ ഡോക്ടറിൻ്റെ അടുത്ത് പോകാനോ നമുക്ക് പേടിയാണ്. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോവില്ല. അപ്പോൾ ഇവർ പേടിച്ചിട്ട് ഭർത്താവിനോടോ മക്കളോടോ ആരോടും ഒന്നും പറഞ്ഞില്ല, സഹിച്ച് കടിച്ചു പിടിച്ച് കണക്ക്. അവസാനം ഇത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. സഹി കെട്ട് വേദന കൊണ്ട് കരയാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറെ അടുത്ത് പൊക്കി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡയഗ്നോസ് ചെയ്തു ക്യാൻസറാണ്. അതിനുശേഷം ഇത് പെട്ടെന്ന് ഡോക്ടർ കൊടുത്തത് ഇത് ഫാസ്റ്റ് സ്പ്രെഡിങ് എന്നാണ്. പെട്ടെന്ന് ഇത് ബോഡിയിലേക്ക് സ്പ്രെഡ് ആകുന്ന ഒരു ടൈപ്പ് ക്യാൻസർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നീട് ഇത് നിന്ന നിപ്പിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു രോഗം കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് പോകും. ഈ രോഗം ഡയഗ്നോസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഈ രോഗമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ വ്യക്തി താഴേക്ക് പോകും. അന്ന് മുതൽ രോഗം ഡയഗ്നോസ് ചെയ്താൽ പിന്നെ അധിക കാലത്തേക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. അന്ന് മുതൽ ഈ വ്യക്തി ഡൗൺ ആയി തുടങ്ങും. കാരണം എന്താണെന്നറിയോ, ഭയം, ഉത്കണ്ഠ, നിരാശ എല്ലാം കയറി പിടിക്കും അങ്ങോട്ട്. അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ താഴേക്ക് പോയി അതിനെ നശിപ്പിക്കുന്നത് വരെ ഈ സ്പിരിറ്റ് വിട്ടുപോകത്തില്ല. അപ്പോൾ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, ഫാസ്റ്റ് സ്പ്രെഡിങ് ആയി. ഇത് പിന്നീട് രോഗം മൂർച്ഛിച്ചു, അസ്ഥിയിലേക്ക് വരെ ഇത് കയറി കഴിഞ്ഞ് പിന്നെ ഇത് ICUയിൽ കിടക്കുക. ICUയിൽ കിടക്കുന്ന സമയത്താണ് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇത് കിട്ടി. ഈ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ ഞാൻ ഈ സ്ത്രീ എനിക്ക് നന്നായിട്ട് നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സ്ത്രീയുടെ ഭർത്താവ്, മക്കള് നിരന്തരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നിരന്തരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രണ്ട് ആൺകുട്ടികളാണ്. രണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന രണ്ട് മക്കളാണ്. വിശുദ്ധരായ രണ്ട് മക്കളാണ്. ഈ ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ലോകത്തിൻ്റെതായിട്ടുള്ള സ്പിരിറ്റ് ഏൽക്കാത്ത മക്കളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ മക്കള് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഹസ്ബൻഡിലേക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ തലം അത്രത്തോളം ഇല്ല. വിശ്വാസത്തിൻ്റെ തലം വളരെ ഡൗണാണ്. കിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസം നേരെ താഴേക്കാണ് പോയേക്കണം, വിശ്വസിക്കത്തില്ല. അപ്പോൾ ബുദ്ധി ആണ് നോക്കുന്നത്, ബുദ്ധിയിലാണ് ആശ്രയിച്ചത്. അതിനുശേഷം ഈ മക്കളെ രണ്ടുപേരെ കണ്ടപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, എങ്ങനെയാ മക്കളെ, അമ്മ തിരിച്ചു വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞു, തിരിച്ചു വരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തിൻ്റെ ഉറപ്പാണ്, എന്താ നിങ്ങൾക്ക് തരുന്ന ഉറപ്പെന്ന് ചോദിച്ചപ്പോഴാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നല്ലേ ബ്രദറെ വചനം പഠിപ്പിച്ചേക്കണത്. അപ്പോൾ ഞാൻ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുന്നത് എൻ്റെ കുടുംബവുമാണെങ്കിൽ എൻ്റെ വിശ്വാസം, എൻ്റെ അമ്മയുടെ രോഗം സുഖപ്പെടുത്താനുള്ള വിശ്വാസം എൻ്റെ കയ്യിലുണ്ടെന്ന് അതിലൊരുത്തം പറയാം. എൻ്റെ അമ്മയുടെ രോഗത്തെ സുഖപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വിശ്വാസം എൻ്റെ കയ്യിലുണ്ട്. ഈ വചനമാണ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ പെടുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിന് എൻ്റെ അമ്മയെ സുഖപ്പെടുത്താനാകും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് പറഞ്ഞ് ഈ പയ്യൻ ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ വിശ്വാസം കുറവാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇവനെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി ചെന്ന് എൻ്റെ വിശ്വാസം അവൻ്റെ വിശ്വാസത്തിൻ്റെ പകുതി പോലും ഇല്ലെന്ന് ഞാൻ നാണം കെട്ട ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും സത്യം, എനിക്ക് തോന്നി ഞാൻ എത്രയോ വീക്കാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇവൻ്റെ മുമ്പിൽ ഇവൻ്റെ കൈക്ക് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൈക്ക് ഞാൻ ഉള്ളം കയ്യിൽ ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇവൻ്റെ വിശ്വാസം വഴി അമ്മയെ ബന്ധിച്ചു. ഇവൻ്റെ വിശ്വാസം വഴി അമ്മയുടെ രോഗത്തെ ബന്ധിക്കാൻ പറ്റും. ഇവൻ്റെ വിശ്വാസം വഴി എനിക്കില്ല അത്രയും, ഞാൻ പറയാം, എനിക്കത്രയില്ല. അപ്പോൾ എൻ്റെ കുറവുള്ളടുത്ത് തളർവാദ രോഗിക്ക് കുറവുണ്ടായപ്പോൾ 4 പേരുടെ വിശ്വാസം കൊണ്ടാണ് കർത്താവ് സൗഖ്യം കൊടുത്തതുപോലെ എനിക്ക് ആ വിശ്വാസം ഇല്ല. ഞാൻ കർത്താവെ, ഈ അമ്മ പ്രസവിച്ച് ഈ മകനിലുള്ള വിശ്വാസം കണ്ടുകൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, ഈ മകൻ്റെ പ്രാർത്ഥനയെ തള്ളിക്കളയരുത്. ഇവൻ്റെ വിശ്വാസം നീ തള്ളിക്കളഞ്ഞാൽ ഇവനിലൂടെ വിശ്വസിക്കുന്ന ഒട്ടനേകം മക്കൾ വീണുപോകും. ഇവൻ വീണുപോയാൽ ഇവൻ്റെ കുടുംബം മൊത്തം വീണുപോകും. കാരണം ഇവൻ്റെ വിശ്വാസത്തിന് ഒരു കുടുംബത്തെ മൊത്തം താങ്ങി നിർത്താനുള്ള ആ ഒരു തലം, ആ ഒരു കെൽപ്പുണ്ടെന്നുള്ളത് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമത്തിൽ പറയാണ് നിൻ്റെ അമ്മ തിരിച്ചു വരുമെന്ന്. അപ്പോൾ അമ്മ തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല, മെസ്സേജും കിട്ടിയിട്ടില്ല അമ്മ തിരിച്ചു വരുമെന്ന്. ഈശോ പരിശുദ്ധാത്മാവിൽ പറഞ്ഞുമില്ല അമ്മ തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇവൻ്റെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ അമ്മ തിരിച്ചു വരും. അതൊരു പരിശുദ്ധാത്മാ സന്ദേശം തന്ന് നിൻ്റെ അമ്മ തിരിച്ചു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിൻ്റെ അമ്മ തിരിച്ചു വരും, നിൻ്റെ അമ്മ തിരിച്ചു വരും. യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്ന നാവാ മോനെ, ഈ നാവ് കൊണ്ട് ഞാൻ പറയാം നിൻ്റെ അമ്മ തിരിച്ചു വരുമെന്ന്.
ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് 7-8 മണിക്കൂറാണ്. ഞാൻ ചെല്ലുമ്പോൾ പറഞ്ഞത് 8 മണിക്കൂർ മാക്സിമം, അതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് പ്രിയപ്പെട്ട ദൈവജനമേ, 8 മണിക്കൂർ മാറി 24 മണിക്കൂറായിട്ടും കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞു, ഇവന് ഞാൻ വീണ്ടും 3-4 പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മാത്രം നീ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. ഇവൻ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ICUവിൻ്റെ ഫ്രണ്ടിൽ ഈ മകൻ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് മരുന്നുകളോട് ഈ സ്ത്രീ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, ആ സ്ത്രീ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. സൗഖ്യത്തിലേക്ക് ഈ സ്ത്രീ കടന്നു വന്നത് ഒറ്റയടിക്കല്ല. ചിലയിടത്തെല്ലാം നമ്മുടെ വിശ്വാസം കൊണ്ട് ഒറ്റയടിക്ക് ഒരു സ്വിച്ച് ഇട്ട പോലെ സൗഖ്യം കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ചില വിശ്വാസങ്ങൾ സൗഖ്യം കിട്ടുന്നത് വരെ പിടിച്ചു നിൽക്കുന്ന വിശ്വാസമുണ്ട്. ഒന്ന്, ഇപ്പം കിട്ടും, എനിക്കിതറിയാം, ഇത് ഇപ്പം ഓപ്പൺ ആവും എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. സഡൻ റിസൾട്ട് കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട്. മറ്റൊന്ന്, ഞാൻ ഈ സൗഖ്യം കിട്ടുന്നത് വരെ ഒരു കാലയളവിലേക്ക് വേണ്ടുന്ന വിശ്വാസമുണ്ട്. ചില മേഖലകളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം ഒരു കാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം വേണ്ടി വരും. കാരണം നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇടപെടാനിട്ട് ഇങ്ങനെ വൈകിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ആ മേഖലകളിലെല്ലാം നമ്മുടെ വിശ്വാസം ഒരു കാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം ഉണ്ടാവണം. ഒരു തവണ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ആ വിശ്വാസമല്ല വേണ്ടത്. ഒരു കാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ തലം നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഏത് തിന്മയുടെ ശക്തിയും ഏത് നെഗറ്റീവ് സ്പിരിറ്റിനെയും വാഷ് ഔട്ട് ചെയ്യാൻ, വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള വലിയൊരു കൃപ കർത്താവായ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏത് തിന്മയുടെ ശക്തി, ഏത് പ്രതികൂല സാഹചര്യമാണോ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ വിശ്വാസം ഉണ്ടാകേണ്ടത് ഒറ്റ പ്രാർത്ഥനയിലുള്ള വിശ്വാസമല്ല, മറിച്ച് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം, ഏതാനും വർഷങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം. ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ, ചില മേഖലകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ കാലവിളംബം വരുത്തുന്നുണ്ടെങ്കിൽ, കാലതാമസം വരുന്നുണ്ടെങ്കിൽ, ഈ കാലതാമസത്തോടൊപ്പം എൻ്റെ വിശ്വാസവും നീണ്ടു നിൽക്കണം. കർത്താവ് 10 വർഷത്തേക്ക് വെച്ചു, 5 വർഷം എത്തിയപ്പോൾ എൻ്റെ വിശ്വാസം വീണുപോയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാലഘട്ടങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തലം ഉണ്ടാവണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, പ്രിയമുള്ളവരെ, നമ്മുടെ എത്രത്തോളം ദൈവത്തിന് നമ്മൾ ആശ്രയത്വം വെക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയും ദൈവത്തിൽ ആശ്രയത്വം വെക്കണം. ഒരു പരിധി വരെ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ വിശ്വാസത്തിന് ശക്തിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു പരിധി വരെ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ വിശ്വാസത്തിന് ശക്തിയുണ്ട്. കാരണം നമ്മളൊരു 10-100 കൊന്ത ചെല്ലിയാലും അതിൽ ശ്രദ്ധയോടെ ചെല്ലുന്നത് ചിലപ്പോൾ ഒരു ജപമാലയേ ഉണ്ടാവുള്ളൂ. നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലിയാലും 14 സ്റ്റേഷൻ കവർ ചെയ്ത് പോന്നാലും ചിലപ്പോൾ ഒരു സ്റ്റേഷൻ മാത്രമായിരിക്കും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ 1 മണിക്കൂറുള്ള ബലി നമ്മൾ അർപ്പിച്ചാൽ ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും നമുക്ക് ശ്രദ്ധ കിട്ടിയത്. ഇവിടെയൊന്നും എൻ്റെ പ്രാർത്ഥനകൾ ഫലവത്തായിട്ടില്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത വ്യക്തികൾ, ഈ മകനിൽ ഞാൻ കണ്ടത് അവനുള്ള വിശ്വാസത്തിൻ്റെ തലമാണ്. ഈ മകനിൽ ഞാൻ കണ്ടത് അവനുള്ള വിശ്വാസമാണ്. അവൻ്റെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ അവൻ പറഞ്ഞ വചനം, നടപടി പുസ്തകത്തിൽ നിന്ന് അവനെടുത്ത് പറഞ്ഞ വചനമാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവർ ഏതവസ്ഥയിലാണെങ്കിലും, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ഏതവസ്ഥയിലാണെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ പ്രാർത്ഥന മതി, എൻ്റെ വിശ്വാസം മതി, എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ ആഴപ്പെട്ട വിശ്വാസം മതി. എൻ്റെ ഏത് കെട്ടപ്പെട്ട അവസ്ഥയിലേക്കും ദൈവത്തിൻ്റെ ശക്തിയെ കടത്തിവിടുവാൻ എൻ്റെ ആഴത്തിലുള്ള വിശ്വാസം മതി. പക്ഷേ വിശ്വാസം ആഴത്തിലുള്ളതായിരിക്കണം. ആ വിശ്വാസം ഏറ്റുപറയുന്ന വിശ്വാസമായിരിക്കണം. വിശ്വാസം വഴി നേടിയെടുത്തതിന് നന്ദിയുള്ളവളായിരിക്കുകയും വേണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. രണ്ടാമത്തേതാണ് നമ്മുടെ വിശ്വാസം പാപത്തോടു കൂടിയ ഒരു വിശ്വാസമുണ്ട്. അവിടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പാപത്തോടു കൂടിയ ഒരു വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ എന്നിൽ പാപമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നിൽ ഈ പാപമുണ്ട്, പാപ അവസ്ഥയുണ്ട്. ഒപ്പം വിശ്വാസം വലുതാ. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പാപത്തോടു കൂടിയുള്ള വിശ്വാസമല്ല ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, വിശുദ്ധിയോടുകൂടെയുള്ള വിശ്വാസമാണ്. എൻ്റെ പ്രാർത്ഥന കുറവാണെങ്കിലും വിശുദ്ധിയോടുകൂടെ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ മാലിന്യം ഏൽക്കാതെ ഞാൻ എന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കാത്തവനിൽ വിശ്വാസത്തിൻ്റെ തലമുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, വൻമലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും.
നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളോട് നീങ്ങിപ്പോവാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ. ഏത് ജീവിത സാഹചര്യമാണോ നിങ്ങൾ അതിൻ്റെ മുൻപിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിച എടുത്താൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതിനെ തോൽപ്പിക്കാൻ, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. ഏത് ജീവിത സാഹചര്യമാണെങ്കിലും വിശ്വാസമാണ്, പാറ പോലെ ഉറച്ച വിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. പാറ പോലെ ഉറച്ച വിശ്വാസം, പാറ പോലെ ഉറച്ച വിശ്വാസം ഉണ്ടാവണം. മരിക്കില്ല, ജീവിക്കും. ജീവിക്കും നമ്മൾ പറയുകയാണ്, ഇത് മരിക്കത്തില്ല, ജീവിക്കുക. അത് ജീവിച്ചേ പറ്റുള്ളൂ. കാരണം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നീ പറയുന്നൊരു വാക്ക്, പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള സ്പിരിറ്റിനെ തുരത്തും. വിശ്വാസം ഏറ്റു പറയുന്നിടത്ത് അരൂപികൾ മാറിപ്പോകും. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന് ഇത്ര ശക്തി വരുന്നത്. വിശ്വാസം ഏറ്റു പറയുന്നിടത്ത് തിന്മയുടെ ശക്തികൾ നിർജീവമാകും. നമ്മിൽ പ്രവർത്തിക്കുന്ന ചില പാപത്തിൻ്റെ, തിന്മയുടെ, രോഗത്തിൻ്റെ ശക്തികളുണ്ട്. അധം പതനത്തിൻ്റെ ശക്തികൾ നമ്മളെ തളർത്തി കിടക്കുന്നതില്ല, തിന്മയുടെ കെട്ടുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ബലപ്പെടുന്ന, നമ്മൾ ജീവൻ പ്രാപിക്കുന്ന ഒരു അഭിഷേകം കർത്താവ് നമുക്ക് തരും. ആമേൻ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരി ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. ക്രിസ്തുവിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് സഭയാണ്. സഭയിൽ സ്പർശിച്ചു, സഭയിലൂടെ സൗഖ്യം നേടി എന്നുള്ളത് ഒരു സ്പിരിച്വൽ വഴിയാണെങ്കിലും ആ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ രക്തസ്രാവക്കാരി സ്പർശിച്ചു. ഈ രക്തസ്രാവത്തിൽ ആയിരിക്കുന്ന മകള്, 12 വർഷമായിട്ട് രക്തസ്രാവത്തിലായിരിക്കുന്ന മകള്, ആ രക്തസ്രാവത്തോടു കൂടെയാണ് ക്രിസ്തുവിൻ്റെ ഇത്രയും ജനക്കൂട്ടത്തിന് നടുവിലേക്ക് അവൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തസ്രാവത്തോടു കൂടെ ആ വേദനയും ആ ഒരു പ്രതികൂല ജീവിത, ആ ശരീരത്തിലുള്ള പ്രതികൂല അവസ്ഥയും കണക്കിലെടുക്കാതെ ക്രിസ്തുവിനെ കാണാനായിട്ടുള്ള വിശ്വാസം ഉണ്ടായതാണ് രക്തസ്രാവക്കാരിയിൽ ഉണ്ടായ ആദ്യത്തെ വിശ്വാസത്തിൻ്റെ തലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 അന്ധയാചകന്മാർ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വഴിയരികിൽ കിടന്നു. ഈ വഴിയരികിൽ കിടന്നപ്പോൾ ഈ 2 അന്ധയാചകന്മാർക്കും കർത്താവിനെ കാണാൻ പറ്റും എന്നുറപ്പുണ്ട്. യേശു അവരെ സുഖപ്പെടുത്തുന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട്, ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തിടത്ത് അവരുടെ സ്വരം അവരെത്തിച്ചു. ആമേൻ, ഹല്ലേലൂയ. കണ്ണ് തുറന്ന് കർത്താവിനെ കാണുവാനോ, കണ്ണ് തുറന്ന് കണ്ടുകൊണ്ട് നടന്നു ചെല്ലാൻ പറ്റാതെ വന്നപ്പോൾ വിശ്വാസം മൂലം അവരുടെ സ്വരം ദൈവം കൊടുത്തതെന്തോ അതുപയോഗിച്ച് ദൈവത്തെ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു അവസ്ഥയെ ദൈവത്തിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്തിടുന്നുള്ളൂ, ബാക്കി 100 അവസ്ഥകൾ നമുക്ക് ഓപ്പണാവും. ദൈവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം അവസ്ഥകളുമായിരിക്കില്ല. ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്, കണ്ണിന് കാഴ്ചയില്ലേ, അധരത്തിന് നല്ല സ്വരമുണ്ടാകും. അധരവും കണ്ണും കാണുന്നില്ലേ, കാതിന് നല്ല കേൾവി ഉണ്ടാകും. ഇതൊന്നുമില്ലേ, കർത്താവ് നിൻ്റെ അടുത്തുണ്ടാകും. എങ്ങനെയാണെങ്കിലും ഒരവസ്ഥ, ക്രിസ്തുവിനെ കാണാനായിട്ടുള്ള ഒരവസ്ഥ സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു പിടി വള്ളി എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും ഉണ്ട്. 2 പേരും അന്ധയാചകന്മാരായപ്പോൾ അവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആരുമില്ലാതിരുന്ന അവർ വഴിയരികിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിനെ അവരിലെത്തിച്ച വിശ്വാസം, അവരുടെ ഏറ്റുപറഞ്ഞ വിശ്വാസമാണ്, ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണം. കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ക്രിസ്തുവിനെ അവരുടെ അടുത്തെത്തിച്ചു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസർ മരിച്ച് 4 ദിവസം അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മർത്ത ചെന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇതേ മർത്തയെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മർത്ത, നീ പല കാര്യങ്ങളിൽ വ്യാപൃതയാണ് എന്ന് ക്രിസ്തു കുറ്റപ്പെടുത്തിയ മർത്തയാണ് ലാസറിനെ ഉയർപ്പെടുത്താനായിട്ട് ക്രിസ്തു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടിയത് മർത്തയാ. മറിയം അപ്പോഴും വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെയും വിശ്വാസം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം കണ്ടാണ് ക്രിസ്തു ലാസറിന്റെ കുടീരത്തിലേക്ക്, ശവകുടീരത്തിലേക്ക് ക്രിസ്തു പോയത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം കണ്ടിട്ടല്ല, പ്രവർത്തിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം കണ്ടിട്ടാ. മറിയം വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയും വിശ്വാസം മൂലമാണ് ലാസർ ഉയർപ്പിക്കപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ഒരു കൃപയാ, ഒരു വരമായിട്ട് പരിശുദ്ധാത്മാവ് തരുന്നതാണ് വിശ്വാസം. അത് പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കുന്നത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ.
പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ വിശ്വാസം വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ബാക്കിയുള്ളതിലെല്ലാം ഈ വിശ്വാസം നിന്റെ പ്രവൃത്തിയിലൂടെ നിനക്ക് ഈ വിശ്വാസത്തെ ഏറ്റുപറയാൻ പറ്റും. നീ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപത്തിൽ നിന്ന് മാറിയതുകൊണ്ട് വിശ്വാസത്തിൽ വളരാൻ ശ്രമിച്ചാൽ ആ വിശ്വാസം തന്നെയാണ് ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വീണുപോയാലും എൻ്റെ വിശ്വാസത്തിൻ്റെ തലം ഒരിക്കലും വീഴരുത്. ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ അളവിൽ പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ സമയം അനുസരിച്ച്, നമ്മുടെ തിരക്കനുസരിച്ച്, നമ്മൾ മറ്റു കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസവും ഒരേ പാറ്റേണിൽ ഇത്ര കൊന്ത, ഇത്ര ജോമ, ഇത്ര കരുണക്കൊന്ത, ഇങ്ങനെ ഇത്ര കുരിശിൻ്റെ വഴി, ഇത്ര മണിക്ക്, എല്ലാം നമുക്ക് അതേ പാറ്റേണിൽ പോകാനായിട്ട് പറ്റില്ല. ഒരേ ടൈം ടേബിൾ എല്ലാ ദിവസവും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥനയിൽ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്നിരുന്നാലും വിശ്വാസത്തിൻ്റെ ഗ്രാഫ് ഉയർന്ന് തന്നെ നിൽക്കണം. പ്രാർത്ഥനയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ അതുണ്ടാവരുത്. വിശ്വാസത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നിടത്ത് പ്രാർത്ഥനയുടെ ഗ്രാഫ് ഡൗൺ ആയാലും കർത്താവിന് നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല, ദൈവം എന്നെ ശിക്ഷിക്കുമോ? അല്ല, ഇന്ന് എൻ്റെ വിശ്വാസം എൻ്റെ പ്രാർത്ഥനയേക്കാൾ അധികമാണ്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന ഇന്ന് എനിക്ക് കുറവുള്ളപ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ പ്രാർത്ഥനയായി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. അവിടെ ഞാൻ ഏറ്റുപറയും, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ പ്രതി എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകളെ നീ പരിഹരിക്കണമേ. നിന്നിലുള്ള ആഴമേറിയ എൻ്റെ വിശ്വാസത്തെ പ്രതി എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ നീ പരിഹരിക്കണമേ എന്ന് പറയുന്നിടത്താണ് വിശ്വാസത്തിൻ്റെ തലം കിടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ വിശ്വാസം? ചുമന്നുകൊണ്ടുപോയ 4 പേരുടെ വിശ്വാസം. എടുത്തുകൊണ്ടുപോയ 4 പേരുടെ വിശ്വാസം കണ്ട് ക്രിസ്തു പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. ചുമന്നുകൊണ്ടുപോയ വ്യക്തികളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്. ചുമന്നുകൊണ്ടുപോയ വ്യക്തികളിൽ ക്രിസ്തു പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ക്രിസ്തുവിന് മുമ്പിൽ എത്തിക്കിട്ടിയാൽ മതി, രക്ഷ പ്രാപിക്കുന്നൊരു ഉറപ്പുണ്ട്. ഇത്രയും വിശ്വാസം അവർക്കുണ്ട്. അവർ പ്രാർത്ഥിച്ചിരുന്നോ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നോ? അവർ പാപികളായിരുന്നോ? ഒന്നും അറിയില്ല. അവർ വിജാതീയരായിരുന്നോ? അതും അറിയത്തില്ല. അവരേത് ഭാഷ, ഏത് വർഗം, ഏത് വർണ്ണം, ഒന്നും പറഞ്ഞിട്ടില്ല. 4 പേര്. എന്തിനു വേണ്ടി? ഒരു തളർവാദ രോഗിക്ക് സൗഖ്യം കിട്ടാൻ 4 പേര്. ഒരു തളർവാദ രോഗിക്ക് സൗഖ്യം കിട്ടാൻ 4 ദിക്കുകളിൽ നിന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. ആ പ്രാർത്ഥന ഏറ്റുപറച്ചിലിൻ്റെ പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥനയാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. ആമേൻ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ചില വ്യക്തികൾ, മറ്റ് പ്രാർത്ഥനയില്ലാത്ത ചില വ്യക്തികൾ പലരെയും ധ്യാനം കൂടിപ്പിക്കാൻ ശ്രമിക്കും. അവൻ പ്രാർത്ഥിക്കില്ല, പക്ഷേ അവനിലൂടെ അനേകം പേര് ധ്യാനം കൂടി മാനസാന്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമൂഹമുണ്ട്. ഈ 4 പേരുടെ ലിസ്റ്റിൽ പെടുന്ന അങ്ങനെയുള്ളൊരു സമൂഹം ദൈവം ഒത്തിരി മാനിക്കുന്ന ഒരു സമൂഹമാണത്. ആ 4 പേരുടെ ഗ്രൂപ്പിൽ ഇവർ പെടുക. തളർവാദ രോഗിയെ പൊക്കിക്കൊണ്ടുവന്ന 4 പേരൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ടീം വർക്ക് നമ്മൾ ഈ കാലഘട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവരാരും പ്രാർത്ഥിക്കുന്നവരല്ല, പക്ഷെ ഇവർ അനേകരെ പല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് കർത്താവിൽ നിന്ന് വിടുതൽ സ്വീകരിക്കാനായിട്ടുള്ള കൃപ തുറന്നു കൊടുക്കുന്ന, വിടുതൽ സ്വീകരിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്ന ഈ പറയുന്ന 4 പേരോട് ചേർക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ തലമുള്ള ഒരു ഗ്രൂപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവരുടെ കുടുംബത്തെ ദൈവം എത്രത്തോളം പരിപാലിക്കുമെന്ന് നിങ്ങൾക്കറിയോ? ഒരുപക്ഷെ ഒരു പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ കുടുംബത്തിൽ ഒരു കുറവുമില്ലാതെ കർത്താവ് പരിപാലിക്കും. കാര്യം എന്തെന്നറിയോ? ഇവരിലൂടെ ഒത്തിരി ആത്മാക്കളെ നേടിയെടുക്കാൻ കർത്താവിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 4 പേര് തളർവാദ രോഗി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവിനെ നേടിയെടുത്തു. ക്രിസ്തുവിന് വേണ്ടിയിട്ട് നേടിയെടുത്തു. അവർ നേടിയെടുത്ത ആത്മാവ് ഈ തളർവാദ രോഗിയുടെ ആത്മാവിനെ അവർ നേടിയെടുത്ത് എങ്ങനെയാണ്? അവരുടെ വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ പരിസരത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം ഇതുപോലെ തളർന്നു കിടക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലം മേൽക്കൂര പൊളിച്ചിറങ്ങുന്ന അവസ്ഥയിലേക്ക് ഉയരണം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ,
നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലം മേൽക്കൂര പൊളിച്ചിറങ്ങുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉയരുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ അവരിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുക്കാനല്ല, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അനുദപിക്കാത്തിടത്ത് പാപം ക്ഷമിച്ചു. ആ തളർവാദ രോഗി അനുദപിച്ചില്ല. ആ തളർവാദ രോഗി തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞില്ല. ആ തളർവാദ രോഗിക്ക് ഒരു തരത്തിലുള്ള മാനസാന്തരവും ഉണ്ടായതായിട്ട് അവിടെ പറയുന്നില്ല. അവിടെ ആ തളർവാദ രോഗിക്ക് പാപമോചനം കിട്ടാൻ മറ്റുള്ളവരുടെ വിശ്വാസം കാരണമായി. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസത്തിൻ്റെ തലം ഏത് റൂട്ടിലേക്കെല്ലാം പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കിയേ. വിശ്വാസത്തിൻ്റെ തലം പോകുന്ന വഴികൾ നിങ്ങൾ നോക്കിയേ. എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊരുവൾക്ക് പാപമോചനം കൊടുക്കുവാൻ എൻ്റെ വിശ്വാസത്തെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ പാപ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവളെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവിൻ്റെ ശക്തി കടന്നു ചെല്ലുവാൻ എൻ്റെ വിശ്വാസം മതി. എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ വിശ്വാസം മതി. അവിടെ എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ഒരെണ്ണം കെട്ടുകിടക്കുന്നതിന് ജീവൻ കൊടുക്കുവാൻ എൻ്റെ വിശ്വാസം മതി. കെട്ടുപോയ ഒന്നിന് ജീവൻ കൊടുക്കുവാൻ എൻ്റെ വിശ്വാസം മതി. എൻ്റെ തലം മതി, എൻ്റെ വിശ്വാസത്തിൻ്റെ തലം മതി. എൻ്റെ വിശ്വാസം ആഴപ്പെട്ടതാണെങ്കിൽ കെട്ടുപോയ ഒന്നിനെ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പകർന്നു കൊടുത്ത് ഉജ്ജീവിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തിൻ്റെ തലം അത്രത്തോളം വലുതാ പ്രിയപ്പെട്ടവരെ. എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അത്രത്തോളം വലുതാ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഞാൻ പറയും, വിശ്വാസമാണ്. ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. വലതുവശത്തെ കള്ളനിലും ഈ ഒരു വിശ്വാസമുണ്ട്. എല്ലാ പ്രതീക്ഷ അസ്തമിച്ചെടുത്ത അവൻ പറഞ്ഞത്, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണം. എല്ലാ പ്രതീക്ഷ അസ്തമിച്ചു, ഒന്നുമില്ല ഇനി പ്രതീക്ഷിക്കാം. കുരിശിൽ കിടക്കുന്ന അവസ്ഥയിൽ അവൻ തന്നെ പറയാം, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണം. അവിടെയും ഏറ്റവും അവസാന നിമിഷം അവൻ്റെ ആത്മാവിനെ കർത്താവ് ഏറ്റെടുത്തില്ലേ? ആ വിശ്വാസം ഒറ്റ വിശ്വാസത്തിലുള്ള ഒരു ഏറ്റുപറച്ചിൽ. പ്രിയപ്പെട്ട ദൈവജനമേ, ആ വ്യക്തിക്കും അത്ഭുതം നടത്താൻ കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടില്ലേ ആ വ്യക്തിയിലേക്ക്? ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മിൽ നിന്നും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിൻ്റെ തലം അത് ആഴമുള്ളതായിരിക്കണം. പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാനുള്ള വിശ്വാസം, പാപം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വിശ്വാസം, ഒരു കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ള വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കൊറോണ വന്നപ്പോൾ നമുക്ക് ആർക്കും പരിശുദ്ധ ബലി കിട്ടിയവർ വളരെ ചുരുക്കം പേർക്ക് പരിശുദ്ധ ബലി കിട്ടി. ബാക്കി ആർക്കും പരിശുദ്ധ ബലി കിട്ടിയില്ല. ഈ പരിശുദ്ധ ബലി കിട്ടാതിരുന്ന ഒത്തിരി പേര്, നിത്യവും അതുവരെ പരിശുദ്ധ ബലി മുടങ്ങാതെ പോയിരുന്ന ഒത്തിരി പേര് ഈ കൊറോണ കാലഘട്ടത്ത് പരിശുദ്ധ ബലി ഇല്ലാതെ ജീവിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബലിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബലിക്ക് പോകാൻ പറ്റാതെ അരൂപിയിൽ ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നുണ്ട്. അരൂപിയിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതെനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ബ്രദർ പറഞ്ഞു നോക്കി ഞാൻ സ്വീകരിച്ചു, പക്ഷേ എന്നാലും അത് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ടുള്ള അവസ്ഥയൊന്നും എനിക്കില്ല. അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ, ദിവികാരനെ മാത്രം അരൂപിയിൽ എന്നിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള തലം പെട്ടെന്നൊരു ദിവസം എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ കൊറോണയ്ക്ക് തൊട്ട് മുന്നത്തെ ദിവസം വരെ, ബലി നിർത്തലാക്കപ്പെടുന്ന അന്ന് വരെ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ദൈവം, അതിൽ എല്ലാം ഞാൻ യോഗ്യതയോടെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അനുതാപത്തോടെ ഞാൻ വിശുദ്ധ കുമ്പസാരം നടത്തി ഞാൻ പ്രസാദപരാവസ്ഥയിൽ സ്വീകരിച്ച പരിശുദ്ധ കുർബാന കുറേയെങ്കിലുമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് ബ്രദറെ. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ടെന്ന് ആ വ്യക്തി പറഞ്ഞതാണ്, ഒരപ്പച്ചനാണ്. ഇനിയുള്ള കാലം മുഴുവൻ പിടിച്ചു നിൽക്കാൻ പറ്റും. കുർബാന ഇനി വന്നില്ലെങ്കിൽ പോലും ഇതുവരെ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ ബലി, അതിൽ ഞാൻ ഒരുക്കത്തോടെ സ്വീകരിച്ച പരിശുദ്ധ ബലി എത്രയോ ഉണ്ട്. എല്ലാം ഒരുക്കത്തോടെ അല്ലെങ്കിൽ പോലും ഒരുക്കത്തോടെ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്നിൽ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കൊരറിവാണ്.
അതായത് ഒരുക്കത്തോടെ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന സ്വീകരിച്ചു വീട്ടിലെത്തി തീരുന്നതല്ല എന്നാണ് ആ വ്യക്തിയുടെ വിശ്വാസം. ഒരുക്കത്തോടെ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്നിൽ നിലനിൽക്കുമെന്ന് ഏറ്റുപറഞ്ഞൊരു വിശ്വാസം ഞാൻ ആ വ്യക്തിയിൽ കണ്ടു. ഒരുക്കത്തോടെ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്നിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ കാരണമല്ലാതെ പരിശുദ്ധ കുർബാന, ഞാൻ അലസതയിലോ ഞാൻ മടി കാണിച്ചോ പരിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്താതെ എല്ലാവർക്കും നിഷേധിക്കപ്പെട്ടപ്പോൾ അതിൽ ഞാനും പെട്ടുവെങ്കിൽ അതിലൊരിക്കലും എനിക്കൊരു ദുഃഖമില്ല ബ്രദറെ, അതിലൊരിക്കലും എനിക്കൊരു ദുഃഖമില്ല. മറിച്ച് ഞാൻ ഇതുവരെ സ്വീകരിച്ച പരിശുദ്ധ കുർബാന, ഒരുക്കത്തോടെ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്നിൽ ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ട് ഇനിയുള്ള കാലം, ശിഷ്ടകാലം എനിക്ക് പിടിച്ചു നിൽക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹാലലുയ്യ. വലതുകരമുയർത്തി ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ. വിശ്വാസത്തോടെ ഹാലലുയ്യ, 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 ഹാലലുയ്യ. വീണ്ടും ആ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിയമത്തിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക? അപ്പോൾ ക്രിസ്തുവിനെ അവർ ദൈവമായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തിനല്ലാതെ മറ്റാർക്ക് പാപം ക്ഷമിക്കാൻ സാധിക്കും എന്ന് അവർ പറഞ്ഞത്. ക്രിസ്തുവിനെ നിയമിച്ചത് മറ്റാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ കർത്താവിനെ അവർ നിർത്തി. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റൂ, ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ് നിയമജ്ഞർ എന്ന് വിശ്വസിച്ചിരുന്നവർ. പ്രിയപ്പെട്ട ദൈവജനമേ, അവർക്ക് ക്രിസ്തു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് പ്രവൃത്തിയിലുള്ള മറുപടിയാണ്. അവർക്ക് ക്രിസ്തു കൊടുത്ത മറുപടി സംസാരിച്ചുകൊണ്ടുള്ള മറുപടിയേക്കാൾ പ്രവൃത്തിയിലുള്ള മറുപടിയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ മറുപടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശ്വാസം മൂലം ഞാൻ ഏറ്റുപറയുന്നതെല്ലാം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ദൈവം അത്ഭുതമായിട്ട് അത് പരിണമിപ്പിക്കും. വിശ്വാസം മൂലം ഞാൻ ഏറ്റുപറയുന്നതെല്ലാം മറ്റൊരു വ്യക്തിക്ക് വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് വിശ്വാസം മൂലം ഏറ്റുപറഞ്ഞുവോ അത് അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധ്യതയുണ്ട്. ആമേൻ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ, ഹാലലുയ്യ. തൊട്ടപ്പോൾ ഉടനെ നടന്നതല്ല ആ വിശ്വാസത്തിൽ ആ അത്ഭുതം, മറിച്ച് പോകും വഴി സൗഖ്യപ്പെട്ടു. ബൈബിളിൽ ഇതുപോലെ പോകും വഴി സൗഖ്യപ്പെട്ടതാരാ? കുഷ്ഠരോഗി. പോകും വഴി കിട്ടുന്ന സൗഖ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിന്റെ തലതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വിശ്വാസം ഒരു കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം, ഒരു സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം നമ്മിലുണ്ടാവണം. ഒരു കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശ്വാസം നമ്മിലുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ പറയാണ്, നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചത് ഏതു മേഖലയാണോ ആ മേഖലയിലേക്ക് ദൈവത്തിന്റെ ശക്തി, അത്ഭുതം കടന്നു വന്നിട്ടുണ്ട്. ഉറച്ചു വിശ്വസിക്കുക, കടന്നു വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്നതാവണം വിശ്വാസം. ഒരു പ്രാർത്ഥനയിൽ കിട്ടിയില്ലെങ്കിൽ അസ്തമിച്ചു പോകുന്നതിൻ്റെ പേരല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ച് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നതും വിശ്വാസമല്ല. ഒരു കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കണം. ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചു, അവൾക്ക് സൗഖ്യം കിട്ടിയത് പോകും വഴിയാ. സിസ്റ്റർ പറയാ, ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നീ കർത്താവ് നിന്നെ തൊട്ടോളൂ, നീ പൊയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും കർത്താവ് അവൾക്ക് ചെവിക്ക് കേൾവി ശക്തി കൊടുക്കുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നാ സിസ്റ്റർ പറയുന്നത്. അപ്പോഴും ഏറ്റുപറയപ്പെട്ട വിശ്വാസം കർത്താവ് സ്വീകരിച്ചു. അതിന് ദൈവം എടുത്ത ടൈം 1-2 മണിക്കൂർ എടുത്തു. എന്തുകൊണ്ട്? ഈ 2 മണിക്കൂർ ഈ മകളും, ഈ ചെവി കേൾക്കാതിരുന്ന മകളും കർത്താവ് പറഞ്ഞ ഒരു വാക്കില് ഇവള് മുന്നോട്ട് പോവാ. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. എന്നോട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ കിട്ടും. എന്തുകൊണ്ടാ? ഈ ഒരു ബോധ്യം ഉള്ളിലേക്ക് കൊടുക്കാൻ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് പറ്റൂ. ആ മകളിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ബോധ്യം ഇവളുടെ ഉള്ളിലേക്ക് ഈ സിസ്റ്ററിന്റെ വാക്കിലൂടെ കൊടുക്കാൻ പറ്റി. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. അവളത് സ്വീകരിച്ചു, കിട്ടി. അപ്പോ വിശ്വാസം ഇല്ലാതിരുന്നതിലേക്ക് വിശ്വാസത്തെ കുത്തി നിറച്ച് കൊടുത്തു വിട്ടാൽ നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല, നിങ്ങൾ എന്തു കൊടുത്തുവോ അതിൽ അവിടെ അത്ഭുതം നടക്കും. ആമേൻ. ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം,
തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എളുപ്പം ഏതാ? ക്രിസ്തു ചോദിക്കുക, എളുപ്പം ഏതാ? ക്രിസ്തു നോക്കുന്ന എളുപ്പം നിയമജ്ഞർക്കും ഫരിസേയർക്കും മനസ്സിലാകാത്തൊരു എളുപ്പമാണ്. ക്രിസ്തുവിൻ്റെ നോക്കുന്ന ആംഗിൾ ഇവർ നോക്കുന്ന ആംഗിൾ അല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമ്മൾ യേശുവിനോട് ചോദിക്കുന്ന രീതി എന്താണെന്നറിയോ? ഇത് നീ ഇങ്ങനെ ചെയ്തു തന്നാൽ ഇതിങ്ങനെ ഓക്കെ ആകും, അപ്പം എൻ്റെ ഈ കാര്യം ശരിയാകും. നമ്മളിങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പണിത് അടുക്കും ചിട്ടയാക്കി വെച്ചിട്ട് കർത്താവ് ഇനി ബാക്കി മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് നമ്മുടെ രീതി. അതല്ല, പൊളിച്ചടുക്കിയിട്ട് കൊടുക്കുക, യേശു പണിയട്ടെ. നമ്മളെല്ലാം അടുക്കി പെറുക്കി വെക്കുക. കർത്താവേ, ഇവളെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ കൊച്ചിന് എന്തിന് ശേഷം ഈ വീട് വിറ്റ് ഇവൾക്ക് കൊടുത്തിട്ട് ആ പറമ്പ് വിറ്റ് ഇവിടെ ഒരു വീട് വെച്ച്, ഇങ്ങനെ നമ്മളെല്ലാം പ്ലാനിങ്ങാണ്. പ്ലാൻ ചെയ്തിട്ട് കർത്താവിനോട് പറയുന്നത്, നീ ഈ കാര്യം മാത്രം നീ ചെയ്തത്, ബാക്കിയെല്ലാം ഞാനിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, ബാക്കിയെല്ലാം ഞാനിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, നീ ഇത് മാത്രം ചെയ്തു തന്നാൽ മതി. കർത്താവിനെ പൊട്ടനാക്കുക നമ്മൾ. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ കൊടുക്കരുത്. പണിത് കൊടുത്തിട്ട് കർത്താവെ നീ ഇതും കൂടി ഒന്ന് ചെയ്തിത്താ എന്ന് പറയും. നമ്മളെ ബിൽഡിംഗ് എല്ലാം നമ്മൾ പണിതിട്ട് കോർപ്പറേഷനിൽ നിന്ന് സീൽ വെച്ച് തന്നാൽ, നമ്പർ ഇട്ട് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു രീതിയായത് അല്ല. അതല്ല, നമ്മൾ പൊളിച്ചടുക്കി ഇട്ട് കൊടുക്കണം. കർത്താവെ, ഞാനൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാ, എൻ്റെ കുടുംബം താറുമാറായി കിടക്കുക, എൻ്റെ ഈ അവസ്ഥ മുഴുവനോടെ എനിക്കിത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല, പൂർണ്ണമായിട്ട് ഞാൻ കൊടുക്കാന്ന്. ഈശോയെ, നീ അത് ഏറ്റെടുക്ക്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പ്രവർത്തിക്ക. അതാ വിശ്വാസം. അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതാ വിശ്വാസം. അവൻ പണിതു തുടങ്ങിയാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതതിൻ്റെ അടുക്കും ചിട്ടയിലും പണി പൂർത്തിയാക്കിയിട്ട് അവൻ അവസാനിപ്പിക്കുകയുള്ളൂ. ക്രിസ്തു പണിത് തുടങ്ങിയാൽ ആ പണി അവൻ പൂർത്തിയാക്കുന്നത് അതതിൻ്റെ അടുക്കും ചിട്ടയിലുമായിരിക്കും. നമ്മൾ ചിന്തിക്കും ഇതിപ്പോൾ ശരിയായാൽ ബാക്കിയുള്ളതെല്ലാം ശരിയാകുമെന്ന്. ഒന്നും ശരിയാവില്ല. നമ്മുടെ കാഴ്ചപ്പാടല്ല ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ക്രിസ്തു ചിന്തിക്കുന്നത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ഫൈനൽ ഡിസിഷൻ അവനാണ് എടുക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം എല്ലാവരും കാണുകയും തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകയും പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ. അവൻ കിടക്കയും എടുത്ത് പുറത്തേക്ക് പോയി. കുറേ പേര് കർത്താവിനെ അനുഗമിച്ചു എന്ന് പറയുന്നു. തിമേയൂസിൻ്റെ മകൻ ബർത്തിമേയൂസ് അന്ധയാചകൻ കാഴ്ച കിട്ടിയപ്പോൾ കിട്ടിയ കാഴ്ചയും കൊണ്ട് പോയില്ല. അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നാണ് വചനം സാക്ഷ്യപ്പെടുന്നത്. 2 അന്ധയാചകന്മാർ ക്രിസ്തുവിനെ അനുഗമിച്ചു. ഇതുപോലെ ഒത്തിരി പേര് സൗഖ്യം കിട്ടി ക്രിസ്തുവിനെ അനുഗമിച്ചവരുണ്ട്. എന്നാൽ ഈ വ്യക്തി കിടക്കയും എടുത്ത് പുറത്തു പോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചു, പുറത്തുപോയി. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആ വ്യക്തിയല്ല, കൂടെ ഇരുന്നവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ദൈവത്തോടുള്ള നന്ദി അവർ ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ മനസ്സ് കാണിക്കണം. ഞാനും നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ മനസ്സ് കാണിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ നന്ദി കെട്ട ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ബാക്കിയുള്ളവർ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവർ. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ പ്രതി, അവൻ നമ്മുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ നന്ദിയാണ് ഒരു തരത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. വിശ്വാസമുണ്ടെങ്കിലേ നന്ദി ഉണ്ടാവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും നന്ദി പറയത്തില്ല. ഒരു വ്യക്തി നന്ദി പറയുന്നുണ്ടെങ്കിൽ, കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രതി അനുദിനം ദൈവത്തോട് നന്ദി പറയുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾക്ക് വിശ്വാസി എന്ന് വിളിക്കാം. കാരണം വിശ്വാസമില്ലാത്തിടത്ത് നന്ദിയുടെ ഏറ്റുപറച്ചിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്നിലുള്ള വിശ്വാസം എന്നിൽ നീ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം.
അടിയുറച്ച വിശ്വാസത്തിൽ നിന്നെ ആരാധിക്കുവാനും നിന്നെ ഏറ്റുപറയുവാനുമുള്ള ഒരു കൃപ ദൈവമേ എനിക്ക് നീ നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.